ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലൈമറ്റ് ചേഞ്ച് അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസം തുടങ്ങുമ്പോൾ മഴയൊക്കെ വരുമെന്നാണ് പുതിയ അറിവ്. പക്ഷെ ഇപ്പോൾ തനത് സ്ഥിതിയിൽ നോക്കുമ്പോൾ ചൂടിങ്ങനെ കൂടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് ചുറ്റുപാടുകളിൽ അത് എത്രമാത്രം ചേഞ്ചസ് ഉണ്ടാക്കുന്നു, നമ്മളിൽ എത്രയൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡി വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഡോക്ടർ ജയരാമൻ സാർ ക്ലൈമറ്റ്, ഇങ്ങനെയുള്ള എൻവയോൺമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. യുനെസ്കോയുടെ പ്രോജക്റ്റ് അദ്ദേഹം ചെയ്യുന്നു. അതിനെക്കുറിച്ച് സാർ തന്നെ സംസാരിക്കും. അപ്പൊ ഇന്നത്തെ വിഷയം റോൾ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആ ഒരു ഗവേണൻസിന്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ സാർ അതിനോട് ചേർത്ത് പെരുമാറുമ്പോൾ അതിന്റെ ചില അറിവുകൾ നമുക്കും കൂടെ ലഭിക്കേണ്ട അവസരം കിട്ടി. സോ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജയരാമൻ സാറിനെ എന്റെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. ഇതൊരു ടെക്നിക്കൽ പ്രസന്റേഷൻ ആയിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ റോൾ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഒക്കെ വല്ല സ്കൂളിലും കോളേജിലും പോയി പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു വിദ്യാലയം ഈ പറയുന്ന സാബു സാറിൻ്റെ 1060ഓളം ക്ലാസ്സുകൾ മുടങ്ങാതെ നടക്കുന്ന ഈ പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെയുള്ള എല്ലാവരും അധ്യാപകരാണ്, എല്ലാവരും അതേപോലെ നല്ല സ്റ്റുഡൻസുമാണ്. അപ്പം ഈ അധ്യാപകർക്കും ഈ സ്റ്റുഡൻസിനും വളരെ വ്യക്തമായ ചില റോളുകളുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെയും കൂടി പുറത്താണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ. ഇത് കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്കോ പോകുന്നതിനുപരിയായിട്ട് അല്ലാത്ത ചില കാര്യങ്ങൾ, എന്താണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടത് നമ്മുടെ ചിന്താഗതിയിലും നമ്മളുടെ കാഴ്ചപ്പാടിലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വരേണ്ട ചില മാറ്റങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. കാണാലോ അല്ലേ? ഓക്കെ സാർ, കാണാം. അപ്പോൾ ആദ്യത്തെ കൺഫ്യൂഷൻ തന്നെ മാറാം, കാരണം നമ്മളെല്ലാവരും അധ്യാപകരാണ്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവിടെയുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സ്റ്റുഡൻസ് എന്ന് കാണുന്ന യൂത്ത് അല്ല ഇവിടുത്തെ സ്റ്റുഡൻസ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഇത്തരം ചർച്ചകളും ചിന്തകളും യൂത്തിലേക്കും കൂടി എത്തിക്കാൻ പറ്റുക എന്നുള്ളതും കൂടി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്നും കൂടി പറഞ്ഞു വെച്ചുകൊണ്ട്, അങ്ങനെ പോകുമ്പോൾ ആസ് ടീച്ചേഴ്സ് നമ്മുടെ റോൾ എന്താണ് എന്നുള്ളതും കൂടി ഒരു ചർച്ച ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പം ഇതിനൊരു പ്രസക്തിയും കൂടി ഉണ്ട് ഇപ്പോൾ. കാരണം ഈ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സാധാരണ യൂഷ്വൽ ശൈലിയിൽ ചില പദാവലികളൊക്കെ ഒരുമിച്ച് ചേർത്ത് പറയുമല്ലോ. അങ്ങനെ പറയുന്നുണ്ട്, അമൃത് കാൽ വികസിത് ഭാരത് 2047 എന്നൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വളരെ നിർബന്ധപൂർവ്വം തന്നെ ഇത്തരം ചർച്ചകൾ നടത്തണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറയുന്നത്, നമ്മുടെ റോൾ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, അതുപോലെ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ദ പീപ്പിൾ ആണ് എന്ന് വളരെ മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങളും കേൾക്കാൻ രസമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇന്ത്യയുടെ അണ്ടർലൈൻ നീഡ്സ് എന്ന് പറയുന്നത് എനർജി ഓഫ് ദ സ്റ്റുഡൻസ് ആണ്, യൂത്ത് ആണ്, യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു വേദിയിലും ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് നമുക്കൊരു ചെറുപ്പക്കാരിലേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത കൂടി വെച്ചുകൊണ്ട് വേണം നമുക്ക്. നിങ്ങൾ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഇക്കൂട്ടത്തിലുള്ള എല്ലാവരും ഒരു ട്രെയിൻഡ് ടീച്ചറാണ്. അപ്പോൾ പല മേഖലകളിലും പല രീതിയിലും കുട്ടികളുമായിട്ടും യൂത്തുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ആ സാഹചര്യത്തിൽ നമുക്ക് ചില പുതിയ ചിന്തകൾ എന്തൊക്കെയായിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട്, വിദ്യാർത്ഥികളെ കുറിച്ചിട്ടുള്ളൊക്കെ ചിന്തകൾ എന്തായിരിക്കും എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സയൻസിലേക്കല്ല പോകുന്നത്. സയൻസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ ചില രീതികൾ കൂടി മാറ്റേണ്ടതുണ്ട്. അപ്പം അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, യുനെസ്കോൻ്റെ ഒരു കാര്യത്തിൽ അവരൊരു 5 പ്രയോറിറ്റി ഏരിയാസ് നമ്മുടെ ഈ കാലത്തേക്ക്
പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം തന്നെ വരുന്നൊരു സംശയം, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന പോലെ ഇതൊരു അമൃതകാലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ബോധം. കാരണം അടുത്ത 2047 തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം എന്ന് പറയുന്നതാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടി 100 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകും എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നം കാണാനൊക്കെ ഇഷ്ടമാണ്, നല്ല കാര്യമാണ്, സ്വപ്നം കാണാം. പക്ഷേ ഇതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാലം കൂടിയാണ്. കാരണം ലോകത്തിൽ എത്ര ആളുകൾ ബാക്കി 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്തിന് അടുത്ത 20 കൊല്ലം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ സുന്ദരമായിട്ടുള്ള എന്താ പറയാ, ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു സ്വപ്നം. കാരണം വികസിത രാജ്യമാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് പറയുന്ന ഒരേ ഒരു കാര്യം GDP ഒക്കെയാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇന്ത്യയുടെ ഇന്നത്തെ പെർ ക്യാപിറ്റ GDP വെറും $2300 ആയിരിക്കുമ്പോൾ ഒരു വികസിത രാജ്യമാവണമെങ്കിൽ $25,000 വേണമെന്ന് പറയുന്ന ആ 10 ഇരട്ടി വളർച്ചയൊന്നും 20 വർഷം കൊണ്ട് നമുക്ക് നേടാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ബാക്കി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ പ്രയോറിറ്റി ഏരിയാസ് എന്തൊക്കെയാണ്. ആ പറയുന്ന വികസന സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്കായിട്ട് യുനെസ്കോ പറയുന്ന ഒരു കാര്യം, നമുക്ക് ചില പോളിസി അഡ്വാൻസ്മെന്റ്സ് വേണം, ലേണിംഗ് എൻവയൺമെന്റ്സിൽ മാറ്റം വേണം, കപ്പാസിറ്റി ഓഫ് എഡ്യൂക്കേറ്റേഴ്സ്. അവിടെയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വലിയൊരു റോള് കാണുന്നത്. നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സിന്റെ കപ്പാസിറ്റി എങ്ങനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് യൂത്തിനെയും മറ്റ് എംപവർ ചെയ്യാനും മൊബിലൈസ് ചെയ്യാനും പറ്റുക. നമ്മൾ വെറുതെ അവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടി നമുക്ക് വേണം. അത് നമുക്ക് പലപ്പോഴും ക്രൈസിസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ യൂത്ത് ആയിരുന്നു 2018 പ്രളയത്തിലൊക്കെ ഏറ്റവും പ്രൊആക്റ്റീവായിട്ട് വന്ന് മുന്നോട്ട് വന്ന ആൾക്കാർ. അപ്പോൾ അവരെ എംപവർ ചെയ്യാനും മൊബിലൈസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ലോക്കൽ ലെവൽ ആക്ഷൻസ് എങ്ങനെ നമ്മൾ വലിയ ഗ്ലോബൽ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് വളരെ ലോക്കൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില ആക്ഷൻസ് എടുക്കാൻ പറ്റുക എന്നുള്ള ചിന്തകളും കൂടി നമുക്ക് ഇതിൻ്റെ വേണം. അപ്പോൾ ഇതെല്ലാം വിദ്യാഭ്യാസവുമായിട്ട് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടങ്ങുന്നത് 2047 കഥയാണല്ലോ പറയുന്നത്. 1947 മുൽക്ക് രാജ് ആനന്ദ് എഴുതിയ ഓൺ എഡ്യൂക്കേഷൻ എന്ന് എഴുതിയ വളരെ ചെറിയൊരു പുസ്തകമുണ്ട്. 35-40 പേജിൽ കൂടുതലില്ല. പക്ഷേ ഒരു 35,000 പേജിൽ എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വാക്ക് പോലും വിടാൻ പറ്റാതെ വായിക്കേണ്ട ഒരു പുസ്തകമാണത്. അതിലുള്ള പല കാര്യങ്ങളും ഇന്നും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും എഡ്യൂക്കേഷനെ പറ്റിയിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ 4 അയലത്ത് പോലും നമ്മുടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും എത്തിയിട്ടില്ല എന്നുള്ളൊരു വിഷമത്തോടും കൂടിയാണ് ആ ഒരു അദ്ദേഹത്തിന്റെ വരികൾ ഞാനിവിടെ ഒന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, വി വാണ്ട് a kind of education which releases their students' potential creative energies, which does not impose anything on them that they do not want, but which liberates them instead, which demands little from them but gives them much without any ulterior motive to the extent to which it is humanly possible to give. അപ്പൊ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസം ഇതിൻ്റെയൊക്കെ എവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മൾ ആസ് പേരൻസ് നമ്മൾ എത്രമാത്രം വിദ്യാർത്ഥികളെ അവരുടെ ഒരു ഇന്റേണൽ പൊട്ടൻഷ്യൽ ക്രിയേറ്റീവ് എനർജിയെ ഫ്ലറിഷ് ചെയ്യാൻ അനുവദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് അവർക്കുള്ള ഒരു ഫ്രീഡം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലിബർട്ടി നമ്മൾ എത്രമാത്രം കൊടുക്കുന്നുണ്ട് എന്ന്. ഒപ്പം തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു അൾട്ടീരിയർ മോട്ടീവും ഇല്ലാതെ, പലപ്പോഴും രക്ഷിതാക്കളുടെ ഒരു അൾട്ടീരിയർ മോട്ടീവിന്റെ പുറത്താണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നടക്കുന്നത്. അവർക്ക് എത്രയും കൂടുതൽ ശമ്പളമുള്ള ഒരു ജോലി വേണമെന്നോ, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമുള്ള ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ പോലുള്ള സ്ഥാനങ്ങളിലേക്ക് ആദ്യം അവർ പോകണം എന്നുള്ളൊക്കെ ആഗ്രഹങ്ങളൊക്കെ പലപ്പോഴും വിദ്യാർത്ഥികളുടേതല്ല, രക്ഷിതാക്കളുടെയാണ്. അവരുടെ ഒരു മോട്ടീവിന്റെ പുറത്താണ്. അതുകൊണ്ടാണ് മുൽക്ക് രാജ് ആനന്ദ് പറയുന്നത്, നമ്മൾ ഇത്തരം ഒരു എഡ്യൂക്കേഷൻ shall be built on our real love of the children and not on false love, which is hatred, and inevitably it encourages the social good in them. അവരിലുള്ള ഒരു സാമൂഹിക ഗുഡ്നെസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് സ്ഥാപനങ്ങൾ നൽകേണ്ടത്, അല്ലെങ്കിൽ അത്തരം വിദ്യാഭ്യാസത്തിൻ്റെക്കാണ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുപോകേണ്ടത് എന്ന് സ്വാതന്ത്ര്യത്തിന് കുറച്ചു കാലം മുമ്പ് എഴുതിയ, അന്ന് വെറും 2 രൂപ വരെ
ഉണ്ടായിരുന്ന ഒരു പുസ്തകമാണത്. ഏഹ് ആ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എഡ്യൂക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതും കൂടിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു വികസിത ഭാരത സങ്കല്പത്തിനെ കുറിച്ചും യൂത്തിനെ കുറിച്ചും അവരുടെ എംപവർമെന്റിനെയും എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ പറയാൻ. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടീച്ചർമാർക്ക് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർമാരെ പറ്റിയിട്ടുള്ള ഒരു കൊട്ടേഷൻ, നമ്മൾ നിക്കോസ് കസാൻസാക്കിസ് എന്ന് പറയുന്ന ഒരു വിവാദ എഴുത്തുകാരന് വേണമെങ്കിൽ പറയാം. കാരണം യേശുവിൻ്റെ 6-ാം തിരുമുറിവ് പോലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അധ്യാപകർ എന്ന് പറയുന്നത് ഒരു പാലം പോലെയാണ്. നിങ്ങൾ വിദ്യാർത്ഥികളെ കുറഞ്ഞ അറിവിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അറിവുള്ള ഒരു ലോകത്തേക്ക് ഒരു പാലം പോലെ നടന്നു കയറാൻ സമ്മതിക്കുകയും അവർ മറുകരയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധ്യാപകർ അവിടെ പാലം കൊളാപ്സ് ചെയ്യണം എന്ന് പറയണം. കാരണം അപ്പുറത്ത് എത്തിയ കുട്ടികൾക്ക് സ്വയം പാലം നിർമ്മിച്ച് തിരിച്ചു വരാനുള്ള ഒരു കഴിവുണ്ടാക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ അവരെ അപ്പുറത്തേക്ക് വിടാൻ. ആ ഒരു ധൈര്യത്തോടുകൂടി നിങ്ങൾ വിദ്യാർത്ഥികളെ അപ്പുറത്തേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റോളൊന്നുമില്ല. നമുക്ക് എത്രമാത്രം അങ്ങനെ ഒരു റോള് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് ഈ കുട്ടികളുടെ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എങ്ങനെയാണ് അവർക്ക് എൻകറേജിങ് ദം ടു ക്രിയേറ്റ് ദെയർ ഓൺ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞു. നമുക്ക് ആ പാലങ്ങൾ തിരിച്ചവരിങ്ങോട്ട് തന്നെ വരണം. കാരണം അവരവരുടെ ഒരു ലോകത്ത് നിന്ന് കുറച്ചും കൂടി അറിവിൻ്റെ ഒരു മറ്റൊരു ലോകത്തേക്ക് പോയിട്ട് അവിടെ തിരിഞ്ഞു കളിക്കുകയല്ല അവർ വേണ്ടത്. അവർ തിരിച്ച് അവർക്ക് അതുകൊണ്ടാണ് ലോക്കൽ ആക്ഷൻസിനൊക്കെ പ്രാധാന്യം വരുന്നത്. നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് എങ്ങനെ വരണമെന്ന് കുട്ടികളെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം ടീച്ചർമാർ. അങ്ങനെ ആകാൻ പറ്റുന്ന ടീച്ചർമാരുണ്ടാവുക എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം കുട്ടികൾ എങ്ങനെയായിരിക്കണം? നമ്മൾ കുട്ടികളോട് സംശയം ചോദിക്കാൻ, യു മസ്റ്റ് എൻകറേജ് ദ സ്റ്റുഡൻസ് ടു ഡൗട്ട്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അരിസ്റ്റോട്ടിൽ പണ്ട് പറഞ്ഞു, ഡൗട്ടിങ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചോദിക്കാൻ നമ്മൾ എത്രമാത്രം കുട്ടികളെ പ്രേരിപ്പിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയുണ്ട്, ഞാൻ പ്രീ ഡിഗ്രി 10ാം ക്ലാസ് കഴിഞ്ഞ് ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് താമസം മാറ്റി അവിടുത്തെ ഒരു വലിയൊരു പ്രശസ്തമായിട്ടുള്ള കോളേജിലേക്ക്, മലബാർ ക്രിസ്ത്യൻ കോളേജിലേക്ക് കയറി ചെന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്ന എല്ലാവരെയും കൂടി ഒരു ഹാളിൽ ഇരുത്തി. ഇപ്പോൾ ആ ഹാളിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഫിയർ ഓഫ് ദ ഗോഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം എന്നാണ്. പക്ഷേ ഞാൻ അതിന് തൊട്ട് മുമ്പ് എൻ്റെ വെക്കേഷൻ സമയത്ത് വായിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ വിചാര വിപ്ലവം എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു. അതിൽ അദ്ദേഹം ഇതേ വാക്കുകൾ എടുത്തു പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ദ ഫിയർ ഓഫ് ദ ഗോഡ്, ഡൗട്ടിങ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അപ്പോൾ നമ്മൾ ഒന്നിനെയും ഭയപ്പെട്ടുകൊണ്ടല്ല നമ്മൾ നമ്മുടെ ഒരു വിസ്ഡം ഉണ്ടാക്കിയെടുക്കേണ്ടത്. പക്ഷെ അതേസമയം എന്താണ് ഈ ഡൗട്ടിങ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ സംശയങ്ങൾ ചോദിക്കാനും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആരുടെയും മുന്നിൽ, ഏതൊരു അധികാര സ്ഥാപനത്തിൻ്റെയും മുന്നിൽ പോയി ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുക്കലാണ് ശരിക്കും വാസ്തവത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറേ ഇൻഫർമേഷൻ ഡെസിമിനേഷൻ അല്ല. ഇൻഫർമേഷനൊക്കെ ഇന്ന് എല്ലാവരുടെയും ഫിംഗർ ടിപ്പിലുണ്ട്. നമ്മളിപ്പോൾ എന്ത് ഡാറ്റ ആരോട് പറഞ്ഞാലും അതിനേക്കാൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലോ നമ്മുടെ ലാപ്ടോപ്പിലോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ആ ഇൻഫർമേഷനെ എങ്ങനെയാണ് ഒരു വിസ്ഡമാക്കി മാറ്റാൻ പറ്റുക, ആ വിസ്ഡത്തിനെ ഒരു ഇൻസൈറ്റിലേക്ക് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് അറിയാതെ നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അറിവ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറയുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. അറിവ് എന്നൊരു പദം സാർത്ഥകമാകണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകരാൻ കഴിയുന്നതും സമൂഹത്തിന് ഉപകാരപ്രദവുമാകണം. വളരെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷനാണ്. ഞാൻ വലിയ അറിവുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് എനിക്കതൊരാളോട് എൻ്റെ അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ അറിവ് അറിവല്ല. അതേസമയം എൻ്റെ അറിവുകൾക്ക് സാമൂഹികമായിട്ടൊരു പ്രസക്തി ഇല്ലെങ്കിൽ ആ അറിവും അറിവല്ല എന്നുള്ളതാണ് ഗോർഡൻ ചൈൽഡ് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ആരാണ് അറിവുള്ളവൻ, ആരാണ് ജ്ഞാനി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നാം കൃത്യമായിട്ടുള്ള നമ്മുടെ കണ്ണുകൾ എത്തിക്കേണ്ട ഒരു കാര്യം. ഈ അറിവിന് സാമൂഹ്യ പ്രസക്തി ഇല്ലാത്ത ഒരുപാട് അറിവുകൾ ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ നമുക്ക് എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചില ചിന്തകൾ കൂടി ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഇതിൽ സയൻസിനെ കുറിച്ചും സ്യൂഡോ സയൻസിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു വലിയൊരു സ്യൂഡോ സയൻസിൻ്റെ ഒരു ലോകത്താണ്. പലപ്പോഴും
എന്താണ് സയൻസ്, എന്താണ് സ്യൂഡോ സയൻസ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഓവർഫ്ലോയിൻ്റെ കാലത്ത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്ന ഒരുപാട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ഒരു തരത്തിൽ നമുക്കൊരു അനുഗ്രഹമാണെങ്കിൽ അതേപോലെ തന്നെ അത് നമുക്ക് വലിയൊരു ഭാരമായി മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ അറിവുകൾ മുഴുവൻ ശരിയായ അറിവാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വളരെ കാര്യമായിട്ടുള്ള ചില സംശയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന പല ആധുനിക സങ്കേതങ്ങളും വർക്ക് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും അല്ലെങ്കിൽ ഇതിലൊക്കെ ആയാലും, ഈവൻ വിക്കിപീഡിയ, ആൾക്കാർ ആദ്യം പോയി നോക്കുന്ന വിക്കിപീഡിയയിൽ പോലും ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ അതിൽ ശരിയായ അറിവ് എന്താണ്, അതിൽ സയൻസും സയൻസ് അല്ലാത്തതും എന്താണ്? ഒരുപാട് സ്യൂഡോ സയൻസുകൾ, ഞാൻ ആ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ കോടതികളും നമ്മുടെ മന്ത്രിമാരും പ്രധാനമന്ത്രി അടക്കം ഒട്ടും സയന്റിഫിക് അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മളുടെ പഴയ പുരാണങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടൊക്കെ പറയുന്ന ഒരു ലോകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതി പോലും ഓരോ മൃഗങ്ങളുടെ പേരിടണമെങ്കിൽ പോലും കോടതി ഇടപെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ കാലത്ത് എന്താണ് സ്യൂഡോ സയൻസ്, എന്താണ് സയൻസ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സയൻസ് എന്ന് പറയുന്നത് വളരെ മെത്തഡോളജിക്കലായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ചില സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതേസമയം അതിനൊരു എംപെരിക്കൽ ബേസിസ് ഉണ്ടാവും, അതിൽ ചില കണക്കുകൾ ഉണ്ടാവും, കൃത്യമായിട്ടുള്ള കുറെ കണക്കുകൾ ഉണ്ടാവും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് ഫാൾസിഫയബിൾ ആണ് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യത്തെ നാളെ മറ്റൊരാൾക്ക് കൂടുതൽ വ്യക്തമായ കണക്കുകൾ വഴി തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പറ്റണം. അല്ലെങ്കിൽ അത് വിശ്വാസം മാത്രമാവും. നമ്മുടെ പല കാര്യങ്ങളും നടക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് സയൻസ് വ്യത്യസ്തമാകുന്ന പറഞ്ഞാൽ സയൻസ് ഒരു അഭിപ്രായം ഇരുമ്പുറൊക്കെയാണെന്ന് പറയുന്ന രീതിയിലല്ല. നമുക്ക് സയൻസിന് ഓരോ ഘട്ടങ്ങളിലും മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മകൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തമാശയ്ക്ക് പറയാറുണ്ടായിരുന്നു, നമ്മുടെ ആറ്റം മോഡൽ ഉണ്ടല്ലോ, നമ്മൾ ഓരോ കൊല്ലം കഴിയുന്നവരും ആദ്യം ഒരു ബോർ മോഡൽ പഠിക്കും, അത് കഴിഞ്ഞാൽ വേറൊരു മോഡൽ പഠിക്കും, റൂദർഫോർഡ് മോഡൽ പഠിക്കും, പിന്നൊരു മോഡൽ പഠിക്കും, അവസാനം പറയും ഈ പറഞ്ഞ മോഡലൊക്കെ തെറ്റാണ്, ഇതാണ് ഇപ്പോഴത്തെ മോഡൽ എന്ന് പറയും. പക്ഷെ അതാണ് ശാസ്ത്രം. കാരണം ശാസ്ത്രം അങ്ങനെയാണ്, പടിപടിയായിട്ടാണ് ശാസ്ത്രം വളരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു തെറ്റായിട്ട് തോന്നില്ല. നേരെ മറിച്ച് സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന ഒരു റിഗറും ഇല്ലാതെ ഓരോ അപ്പോൾ തോന്നുന്നു അപ്പോൾ പറയുക, കണക്കുകൾ ചോദിച്ചാൽ കണക്കുകൾ പറയാൻ പറ്റുക, എംപിരിക്കലായിട്ടുള്ള ഒരു എവിഡൻസും ഇല്ലാതിരിക്കുക, ഭൂരിപക്ഷവും അത് അനക്ഡോട്ടലാവും, അതായത് പേഴ്സണൽ അനുഭവങ്ങളുടെ പുറത്ത് ആണ് പലപ്പോഴും വരുന്നത്. ഇത് ആരോഗ്യരംഗത്തൊക്കെ നമ്മൾ ഒരുപാട് നേരിടുന്ന ഒരു പ്രശ്നമാണിത്. കാരണം കൃത്യമായ കണക്കുകളില്ലാതെ ഓരോരുത്തർ, ഈ ഒരു മരുന്ന് കഴിച്ചു അതുകൊണ്ട് എനിക്ക് ഈ അസുഖം മാറി, നാളെ നിങ്ങൾ ഈ മരുന്ന് കഴിക്കുമെന്ന് ആൾക്കാർ പറയുമ്പോൾ മനസ്സിലാവേണ്ടത് അതൊരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയല്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു റിഗറോട് കൂടി, കൃത്യമായിട്ടുള്ള എംപെരിക്കൽ ബേസിസിനോട് കൂടി നമ്മൾ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നടത്തിയിട്ട് വേണം അതിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് പല സ്യൂഡോ സയൻസിന്റെ ആളുകളും ഇന്ന് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതും. നമ്മൾ പല രീതിയിലുള്ള ആരോഗ്യരംഗത്ത് ഇത്രയും മികച്ചു നിൽക്കുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് പോലും നമുക്ക് ഇത്തരം പല എന്താ പറയുക, പറയും. ഫാൾസിഫയബിലിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് ചിലപ്പം തെളിയിപ്പിക്കാൻ പറ്റുന്നതല്ലേ സാറേ? അതെ. അതായത് നമ്മൾ പറയുന്ന കാര്യത്തിനെ കൂടുതൽ എവിഡൻസോട് കൂടി കൂടുതൽ പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് വേറെ ആൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. പക്ഷെ എല്ലാ സാധനങ്ങളും തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില നിയമങ്ങളൊക്കെ നമ്മൾക്ക് ഒരു പക്ഷേ അത് ഇതുവരെ തെറ്റായെന്ന് തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ന്യൂട്ടൺസ് ലോ ഒക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില തിയറികളൊക്കെ. പക്ഷെ അതിനെ പോലും ഐൻസ്റ്റീനെ പോലുള്ള ആൾക്കാർ ചിലപ്പോൾ ചില ഘട്ടങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണ് ഫാൾസിഫയബിലിറ്റി. നമ്മൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് ലോകം അവസാനിക്കുന്നത് വരെ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് ഒരു സയന്റിഫിക് മെത്തഡോളജി അല്ല. നമ്മൾ പലപ്പോഴും ഇപ്പോൾ മതത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം, 100 കൊല്ലം മുമ്പ് എഴുതിയ സാധനം ഇപ്പോഴും എല്ലാ സമയത്തും ശരിയായിരിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് സയൻസ് മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്. മനസ്സിലായി? അപ്പൊ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അനക്ഡോട്ടൽ എവിഡൻസുകൾ സയൻസ് അല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു 3, 4, 5 പേര് ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമാവണമെന്നില്ല. അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ശരിയായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 1, 2 കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരാം. പക്ഷെ
അത് സയന്റിഫിക് ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റിഗറോട് കൂടി, കൃത്യമായിട്ടുള്ള പഠനത്തോടു കൂടി, ഒരു കൃത്യമായ ഒരു മെത്തഡോളജിയോട് കൂടി ഒരു പഠനം നടത്തിയിട്ട് വേണം നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ എന്നുള്ളത് പലപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് കണക്കുകൾ ഉണ്ടാവും. ഈ കണക്കുകൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വളരെ എളുപ്പമുള്ള കുറേ മെത്തഡോളജീസ് ഉണ്ട്. കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ പി വാല്യൂ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഓക്കെ ഇത് ഇത്രയാണെങ്കിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ സയൻസ് ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന രീതി പലപ്പോഴും ഉണ്ട്. പക്ഷെ അവിടെ പോലും ശരിയായ രീതിയിലല്ല പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളൊരു പഠനം പറയുന്നുണ്ട്. ഒരുപാട് മിസ്റെപ്രസെന്റേഷനും അബ്യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളും നമ്മുടെ പ്രത്യേകിച്ച് PhD തീസിസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം അതിന്റെ സാമ്പിളിംഗ് തെറ്റായിരിക്കും, അതിന്റെ മെത്തഡോളജി തെറ്റായിരിക്കും. എന്തെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് ഓക്കെ ഈ കോൺഫിഡൻസ് ഇന്റർവെലിനുള്ളിൽ ഇത് അപ്ലൈഡ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള കുറേയധികം തീസിസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതെ, പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സും പി വാല്യൂസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ കാണിക്കാം, അതിൽ നിന്ന് കുറച്ചും കൂടി വ്യക്തമാവുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് മുഴുവൻ അരയന്നങ്ങളാണ്. എല്ലാ അരയന്നങ്ങളും വെള്ളയാണ്. ഇപ്പൊ എൻ്റെ ഈ സാമ്പിളിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാ അരയന്നങ്ങളും വെള്ളയാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ പറ്റുമോ അരയന്നങ്ങളെല്ലാം വെള്ളയാണെന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ ഞാനെടുത്ത സാമ്പിളിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ആയിരിക്കാം. നമ്മളിങ്ങനെയാണ് പല സ്റ്റഡീസും നടത്തുക. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ഡേറ്റ എടുക്കും, ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില തീരുമാനങ്ങളിലെത്തും, എന്നിട്ട് പറയും ഇതാണ് അൾട്ടിമേറ്റ്ലി ആയിട്ടുള്ള കാര്യം. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. എന്നിട്ട് ആ നൾ ഹൈപ്പോത്തസിന് ഒരു വാല്യൂവിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കതിനെ റിജക്റ്റ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഒരു നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറയാം, എൻ്റെ കണക്കനുസരിച്ചിട്ട് എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ നടത്തിയ പഠനത്തിന്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ കാണുന്ന എല്ലാ അരയന്നങ്ങളും വെള്ളയാണ്. പക്ഷെ അതുകൊണ്ട് എല്ലാ അരയന്നങ്ങളും വെള്ളയാണെന്ന് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ട്, ഒരു കറുത്ത അരയന്നുണ്ട്. അപ്പൊ എനിക്ക് വളരെ അസന്നിഗ്ധമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ അരയന്നങ്ങളും വെള്ളയല്ല. ഒറ്റ കറുത്ത ഇതിന് ബ്ലാക്ക് സ്വാൻ തിയറി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒറ്റ അരയന്നത്തിന് നമുക്ക് കൃത്യമായിട്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നിന്ന് കൃത്യമാണ്, കാരണം അത് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു സാമ്പിളിൽ ഒരു കറുത്ത അരയന്നുണ്ട്, അതുകൊണ്ട് അരയന്നെല്ലാം വെള്ളയല്ലാതെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പഠനങ്ങൾ നടത്തേണ്ടത്. അപ്പൊ ഈ ബ്ലാക്ക് സ്വാനിനെ കണ്ടെത്തുന്നത് വരെ നമ്മൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ സയൻസിൽ ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു എവിഡൻസിലേക്ക് എത്തുന്നത് വരെ. ഒറ്റ സെക്കൻഡ് പറയാം, ഒരു സെക്കൻഡ് ഒന്നുകൂടി. സോറി, നിരന്തരമായി സോറി. അപ്പൊ ഇതും കൂടി നമ്മുടെ പഠനങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ എനിക്ക് പറയാൻ പറ്റുന്നത് ഈ അടുത്ത കാലത്ത് എൻഡോസൾഫാനെ കുറിച്ചിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത 2 പേരുടെ ഒരു പഠനങ്ങൾ ഈ അടുത്ത കാലത്ത് കുറേയധികം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവരുടെ കണക്കുകളൊക്കെ വെച്ചിട്ട് മുൻപ് എൻഡോസൾഫാനെ പറ്റി പറഞ്ഞിട്ടുള്ള എല്ലാ ഫൈൻഡിങ്സും തെറ്റാണെന്നും അത് മുഴുവൻ ഫാബ്രിക്കേറ്റഡ് ആണെന്നുമാണ് അവരെല്ലായിടത്തും പറയുന്നത്. പക്ഷെ ഇവരുടെ പ്രസന്റേഷൻ ഞാൻ ഒരിക്കൽ കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുപയോഗിച്ച സാമ്പിളിംഗ് മെത്തഡോളജി തന്നെ തെറ്റായിരുന്നു, അവരുപയോഗിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് തെറ്റായിരുന്നു. അത് അങ്ങനെയൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് സ്റ്റാറ്റിസ്റ്റിക്സിലും മറ്റേതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല കണക്കുകൾ ഉണ്ടാക്കാനൊക്കെ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പിയർ റിവ്യൂഡ് ജേർണൽസിലൊക്കെ വരുന്ന ആർട്ടിക്കിൾസ് മാത്രം നോക്കണം എന്നൊക്കെ നമ്മൾ കുട്ടിയോട് പറയുന്നത്. നിങ്ങൾ വിക്കിപീഡിയ കാണുന്ന അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന എല്ലാ ആർട്ടിക്കിളും വെച്ചിട്ട് ഇതാണ് ഫൈനൽ എന്ന് പറയാൻ പാടില്ല. റിലയബിൾ ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ജേർണലുകളാവുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിലേക്ക് പബ്ലിഷ് ചെയ്യുക. അപ്പം അതും കൂടിയൊക്കെ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് എവിടെ റെഫർ ചെയ്യണം, ഏതാണ് റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി നമുക്ക് പറ്റണം. ഒരുപാട് തെറ്റായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം പൂർണ്ണമായിട്ട് ശരിയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഡൗട്ടിങ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. ഈ പറയുന്ന സാധനങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യാൻ നിങ്ങളും കൂടി തയ്യാറായാൽ മാത്രമേ നമ്മുടെ എല്ലാവരുടെയും, എൻ്റെയും നിങ്ങളുടെയും അറിവ് വർദ്ധിക്കാൻ പോകുന്നുള്ളൂ. അതേപോലെ വേറൊരു ചെറിയൊരു ഉദാഹരണം പറയാം, സയൻസ്, സ്യൂഡോ സയൻസിന്റെ.
ഇതൊരു 2000 ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. 2 മൊബൈൽ ഫോണുകൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ വയ്ക്കുന്ന ഒരു മുട്ട നിങ്ങൾക്ക് വേവിക്കാം. ഇത് കഴിഞ്ഞ് 2008 ഒരു കാർഡോ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ സർവീസുകാർ പറഞ്ഞു നിങ്ങൾക്ക് പോപ്കോൺ വേവിക്കാൻ പറ്റും 2 മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ട്. ഇത് വളരെ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. അത് പരസ്യം എന്നുള്ള മട്ടില്. അപ്പൊ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, സാറേ നിങ്ങൾക്ക് അറിയാലോ ഇതൊരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ലല്ലോ. 2 മൊബൈൽ ഫോണുകൾ കുത്തനെ ഇരുന്നു എന്ന് വെച്ചുകൊണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നേരെ ഇതിന്റെ ഇടയിൽ കൂടി അല്ല എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അതൊരു വിവിധ ടവറുകളിലൂടെ ആയിരിക്കും. പിന്നെ രണ്ടാമത് മുട്ട വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഊർജ്ജം ഒരിക്കലും ഈ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം ഒരു മൊബൈൽ ഫോണിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 2 വാട്ടോ 2.5 വാട്ടോ ഒക്കെ ഉണ്ടാവും. അതിന്റെ 100% എനർജിയും ട്രാൻസ്ഫർ ചെയ്താൽ പോലും ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള 20 ഡിഗ്രി ഒരു 80 ഡിഗ്രി ഒക്കെ മുകളിലേക്ക് ആക്കാനുള്ള ഊർജ്ജം കിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫിസിക്സ് വെച്ച് വേണമെങ്കിൽ തെളിയിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കുറേ കാലമായിട്ട് ഈ ശാസ്ത്രം പറഞ്ഞ് നടന്നിട്ട് ഒരു മനുഷ്യനും കേൾക്കുന്നില്ല. അവസാനം ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തു. ഇന്നിപ്പോ ഇത് 2000 ഉണ്ടാക്കിയ സാധനം 2024 സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ വേറൊരു അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്തയാണ് 2022. അത് ഇവിടെ അറിയപ്പെടുന്ന ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ഫോറൻസിക് വിദഗ്ധൻ ആ പത്രത്തിൽ എഴുതി, ഇഫ് യു കീപ് എ മൊബൈൽ ഫോൺ വിത്ത് ഡോർസ് ക്ലോസ്ഡ് ദ റൂം വിൽ ബി ഫിൽഡ് വിത്ത് റേഡിയേഷൻ. ഡോക്ടർ വിനോദ് എന്ന് പറയുന്ന ഒരു ഫോറൻസിക് എക്സ്പേർട്ടാണ്. ഞാൻ ഈ വാർത്ത കണ്ട ഉടനെ അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ചന്ദനത്തിരി കത്തിച്ചാൽ പുക വരുന്ന പോലുള്ള ഒരു സാധനമല്ലല്ലോ, വാതിലടച്ചാൽ അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പുമുറിക്കകത്ത് ഇരുന്ന് ഫോൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എല്ലാ വാതിലും അടച്ച് ഫോൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റേഡിയേഷൻ അകത്ത് വരാമെന്നാണ് അർത്ഥം. അപ്പൊ അതേ വഴി കൂടെ തന്നെ റേഡിയേഷൻ പുറത്ത് പോകാനും പറ്റും. വാതിൽ അടച്ചുകൊണ്ടൊന്നും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അടച്ചിടാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് സാമാന്യമായിട്ടുള്ള ഒരു ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുസാറ്റിലൊരു പ്രൊഫസറാണ് എനിക്ക് പറഞ്ഞു തന്നതെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹം കുസാറ്റിലെ പ്രൊഫസറോട് താങ്കൾ ഒന്നും കൂടി ചോദിക്കുക അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത്, അല്ലെങ്കിൽ വേറൊരാളോടും കൂടി ചോദിക്കുക. നമുക്ക് ഒരാളുടെ മാത്രം അഭിപ്രായം എടുക്കരുത്. ഞാൻ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ പത്രത്തിന്റെ റിപ്പോർട്ടറോട് ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഒരു മറുഭാഗം കൂടി വേറൊരാളോട് ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇത് ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം ഒരു ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം കൊടുത്തു, ഞങ്ങൾ എന്തിനാ നോക്കണേന്നാണ് പത്രക്കാർ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡൗട്ടിങ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരം സാധനങ്ങളെ പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മളെക്കാൾ കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന നിലത്തിലിരിക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്നതൊക്കെ അപ്പടി വിശ്വസിച്ച് വിഴുങ്ങി നമ്മളൊരു നല്ല വിശ്വസ്തനായിട്ടുള്ള ഒരു ഭക്തനായിട്ട് കഴിഞ്ഞുകൂടുക എന്നുള്ള, അത് സയൻസിൽ മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഭക്തന്മാരെ ഉണ്ടാക്കുന്നതിൽ വളരെ അധികം വിജയിച്ച ഒരു വിദ്യാഭ്യാസ രീതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ചോദ്യം ചെയ്യാൻ പറ്റുന്നവരെ ആരും എവിടെയും ഒരു സ്ഥലത്തും മുന്നോട്ട് പോകാൻ സമ്മതിക്കാറില്ലല്ലോ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും മാറുക തന്നെ വേണം എന്നുള്ളത് പറയുന്നത്. അത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ സമയത്ത് എന്തുകൊണ്ട് പ്രസക്തമാവുന്നു എന്ന് പറയുന്നതിന്റെ 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, ഈ ഒരു ഗ്രാഫ് നമ്മുടെ ഭൂമിയുടെ എത്രയോ 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ വരെയുള്ള ഭൂമിയിലുണ്ടാവുന്ന താപനിലയുടെ ഒരു വ്യത്യാസമാണ്. ഡെൽറ്റ ടി എന്ന് പറയുന്ന വൈ ആക്സിസിലുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയൽ കാലഘട്ടത്തിൽ 1950 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലെ ഒരു ശരാശരി താപനിലയിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരുന്നു ഭൂമിയുടെ ശരാശരി താപനില. അതായത് ഒരു 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 15 ഡിഗ്രി ഒക്കെ കൂടുതലായിരുന്നു നമ്മുടെ ശരാശരി താപനില. അത് പിന്നീട് ഭൂമി തണുത്ത് വീണ്ടും വന്ന് കുറേ കാലം നമുക്കൊരു ഐസ് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭൂമിയുടെ താപനില ഇന്നത്തേക്കാൾ വളരെ കുറവായിരുന്നു, ഏകദേശം ഒരു 8, 6, 7 ഡിഗ്രി ഒക്കെ താഴെയായിരുന്നു. ഇതാണ് ഭൂമിയുടെ കുറേ കാലത്തേക്കുള്ള ചരിത്രം. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10,000 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് നിങ്ങൾക്കൊരു മഞ്ഞ വര കാണാൻ പറ്റും അവിടെ. ഹോളോസീൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഭൂമിയുടെ ശരാശരി താപനില ഏകദേശം ഒന്ന് സ്റ്റഡി ആയി നിന്നിട്ടുള്ള ഒരു കാലം. നമ്മൾ ഐസ് ഏജ് ഇന്റർഗ്ലേഷ്യർ ഇയർ എന്നൊക്കെ പറയുന്ന അതെല്ലാം കഴിഞ്ഞിട്ട് ഭൂമിയുടെ ശരാശരി താപനില ഒന്ന് സ്റ്റഡി ആയി നിന്നൊരു കാലമുണ്ട്. ഈ കാലത്താണ് വാസ്തവത്തിൽ ഇവിടെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ വളരെ പെട്ടെന്ന് വളരാനും ജീവിക്കാനും ഇല്ലെങ്കിൽ കൃഷി പോലുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റിയത്. നമ്മൾ കൃഷിയൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് അത്രേ കാലമായിട്ടുള്ളൂ.
നമുക്ക് പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനെ ഈ മനുഷ്യവംശത്തിന് ഈ രീതിയിലാക്കിയിട്ടുള്ള രീതിയിൽ മാറ്റിയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു 10,000 വർഷത്തെ കാലഘട്ടത്തിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ 1950 വരെയൊക്കെ അത് വലിയ കുഴപ്പമില്ലാതെ തുറന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഭൂമിയുടെ താപനില കുതിച്ചു ഉയരുകയാണ്. ഇപ്പോഴത്തെ പല കണക്കുകൾ പ്രകാരം അതിൽ പല സെനേറിയോസ് ആണ് അതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 3, 4, 5 ഡിഗ്രി സെന്റിഗ്രേഡ് കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ നമുക്ക് മനുഷ്യന് ഒട്ടും പരിചയമില്ലാത്തൊരു കാലമാണ്. കാരണം മനുഷ്യൻ ഉണ്ടായിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ഈ പറയുന്ന ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ. അപ്പം ഇപ്പോൾ 3 ഡിഗ്രി 4 ഡിഗ്രി ഒക്കെ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു മുൻ ധാരണയില്ല. അപ്പൊ ഈ കാലത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അമൃതകാലമല്ല, ഇതൊരു വിനാശത്തിലേക്കുള്ള കുതിപ്പിന്റെ കാലമാണ്. ഈ കാലത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചില ബൗണ്ടറികളുടെ ഉള്ളിൽ നിന്ന്, രാഷ്ട്രത്തിന്റെ ആയാലും സംസ്ഥാനത്തിന്റെ ആയാലും അതിന്റെയൊക്കെ ബൗണ്ടറികളുടെ ഉള്ളിൽ നിന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മളൊരു ആഗോള തലത്തിലുള്ള ഒരു മനുഷ്യവംശത്തിന്റെ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആഗോള തലത്തിലുള്ള ജീവജാലങ്ങളുടെ രീതിയിൽ നിലനിൽപ്പ് എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇനിയുള്ള കാലം ജീവിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ രാഷ്ട്രം അടുത്ത 5 കൊല്ലം കൊണ്ട് GDP വർദ്ധിപ്പിക്കാമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വികസനമല്ല നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം കൂടി നമുക്കുണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഒന്നും കൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, ഹ്യൂമൻസ് ഹാവ് ചേഞ്ച് ദ അറ്റ്മോസ്ഫിയർ ഓൾറെഡി കോസിങ് ഗ്ലോബൽ വാർമിംഗ് ഓഫ് അബൌട്ട് 1 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇപ്പോൾ 1.2 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഗ്രാഫിന്റെ ഒരു സൂം വേർഷനാണിത്. 8 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ശരാശരി കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 300 ppm താഴെ ആയിരുന്നു. ഒരിക്കലും അതിന് മുൻപ് പോയ ഒരു ചരിത്രം നമുക്ക് 1950-കൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ 50-കളിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ മിനിഞ്ഞാന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 419.84 ppm ആണ്. 425.27 ppm ആണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം അത് 6 ppm കുറവായിരുന്നു. അപ്പൊ ഇങ്ങനെ ചരിത്രത്തിൽ ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 300 ppm പരിചയമില്ലാത്തത് കൊണ്ട് ഇത് ഭൂമിയിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ കാലത്ത് പഠനങ്ങൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് നേരിടുന്ന ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ മാറ്റത്തിന്റെയൊക്കെ പ്രധാന ഹേതു ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലത്ത് നമുക്ക് വിദ്യാഭ്യാസ രംഗത്തും വിദ്യാർത്ഥികളുടെ ഇടയിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടിയൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ മാറ്റാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈസ് ഇറ്റ് എൻ അമൃത്കാൽ ഓർ വിനാശകാൽ? ഇതൊരു വിനാശകാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതാണ്. വെറുതെ നമ്മൾ സ്വപ്നം കണ്ടിട്ട് 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഈ ടെമ്പറേച്ചർ റൈസിനെ കുറിച്ച് മാത്രം പറയാം. ഇത് ഹൗ റൈസിങ് ടെമ്പറേച്ചർ ഇമ്പാക്ട്സ് മൈൻഡ് ആൻഡ് ബോഡി. ഇപ്പൊ നമ്മൾ ഫെബ്രുവരിയിൽ ഇന്നേ വരെ കേരളത്തിന്റെയോ ഒരു ചരിത്രത്തിലും കണ്ടിട്ടില്ലാത്ത, ഫെബ്രുവരിയിൽ ആവറേജ് ടെമ്പറേച്ചർ 28 ഡിഗ്രി എന്നാണ് നിങ്ങൾ വിക്കിപീഡിയയിലും എവിടെ നോക്കിയാലും ഇന്ത്യയിലെ കേരളത്തിന്റെ കാണുക. ഇന്ന് 37 ഡിഗ്രി സെന്റിഗ്രേഡിൽ എത്തും എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്തകളുണ്ട്. അപ്പൊ കൂടിയത് 2, 3, 4 ഒന്നും അല്ല, ഏകദേശം 9 ഡിഗ്രി ആയി. 37 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറയുന്ന മനുഷ്യന്റെ കോർ ടെമ്പറേച്ചർ റിക്വയർഡ് ഹ്യൂമൻ ബോഡിയാണ്. പക്ഷെ ഇതിൽ നിന്ന് ഒരു 1.2 ഡിഗ്രി സെന്റിഗ്രേഡ് മാറിയാൽ തന്നെ നമ്മുടെ പല എബിലിറ്റീസും കുറയും. ഒരു 0.9 ഡിഗ്രി സെന്റിഗ്രേഡ് ആയാൽ നമ്മുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ പോലും ബാധിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, നമ്മൾ ഈ ഡിഗ്രി സെന്റിഗ്രേഡ് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ ഹ്യൂമിഡിറ്റിയും വലിയൊരു ഫാക്ടറാണ്. കേരളം ഒരു ഹൈലി ഹ്യൂമിഡ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഹ്യൂമിഡിറ്റി എപ്പോഴും 65-70 കൂടുതൽ ഉള്ള സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഈ ടെമ്പറേച്ചർ കൊണ്ടുള്ള ഇമ്പാക്ട്, ഇപ്പൊ രാജസ്ഥാനിലെ 35 ഡിഗ്രിയും കേരളത്തിലെ 30 ഡിഗ്രിയും ഏകദേശം ഒരുപോലെയാണെന്ന് ചിലർ പറയും. അല്ലെങ്കിൽ ഇവിടുത്തെ 37 എന്ന് പറയുന്നത് അവിടുത്തെ 42 തുല്യമാണ് ഹ്യൂമിഡിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ. ഈ ഒരു കാര്യം കൂടി നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായതുകൊണ്ട് പറയുന്നത്. സ്റ്റേറ്റിന്റെ റെക്കോർഡഡ് ഡിപ്പാർച്ചർ ഓഫ് 1.5 to 3 ഡിഗ്രി സെന്റിഗ്രേഡ് സെൽഷ്യസ് ഇൻ ഡേ ടൈം ടെമ്പറേച്ചറിന് കണക്കുകൾ പറയുന്നത്. ദ സ്കോച്ചിങ് സൺ കപ്പിൾ വിത്ത് ഹൈ ഹ്യൂമിഡിറ്റി ഹാസ് ലെഫ്റ്റ് കേരള സ്വെറ്റിംഗ്. ഇത് നമ്മുടെ അനുഭവമാണ്, നമുക്ക് കാണുന്നതാണ്. ഇത് മാക്സിമം ടെമ്പറേച്ചർ February 6 റെക്കോർഡ് ചെയ്താണ് നിങ്ങൾ കാണുന്നത്. എല്ലാം 34.8, 35, 37 ഡിഗ്രിയാണ്. പക്ഷെ മുൻകാലങ്ങളിൽ ഫെബ്രുവരി മാസത്തിൽ അത് 28-29 ഡിഗ്രി ആയിരുന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് നമുക്ക്
കൃത്യമായ യാതൊരു ധാരണയില്ല. അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഡയറക്റ്റ് ഹീറ്റ് മാത്രമല്ല, നമ്മുടെ വിദ്യുത് ശക്തി മേഖലയിലോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മേഖലകളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതെങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ, വളരെ ചെറിയ കുട്ടികളെ പോലും, ഇപ്പോൾ അംഗൻവാടികൾ, നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതിന് ഒരു വെറുതെ ചില സർക്കുലർ ഇറക്കുക എന്നല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതല്ല നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ധാരണയില്ല. നമ്മുടെ അംഗൻവാടികളിലൊന്ന് പോയി നോക്കിയാൽ അറിയാം അവിടുത്തെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചാലൊക്കെ നമുക്കറിയാം. ഇതിന്റെ പുറമെയാണ് ഈ ലോകം മുഴുവൻ നമ്മൾ കാണുന്ന, ഇപ്പോൾ സൗത്ത് കൊറിയയിൽ ഉണ്ടായിരുന്ന ഫ്ലഡ്, അല്ലെങ്കിൽ USA 2022 ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഫയർ, മെക്സിക്കോയിലെ വലിയ വരൾച്ച, സൊമാലിയയിലെ റെഫ്യൂജീസിന്റെ പ്രശ്നങ്ങൾ, യൂറോപ്പിലെ 2020 ഉണ്ടായിരുന്ന വരൾച്ച, ഗ്ലേഷ്യർ മെൽറ്റിംഗ്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ ഈ ലോകത്ത് സംഭവിക്കുന്നത് നമുക്ക് കാണാം. ഇതൊരു ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ റിയാലിറ്റി എന്ന് ഇനി ആരോടും നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്കധികം വ്യക്തമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ചൂട് മുതൽ തന്നെ. പിന്നെ ഒരു ഏകദേശം 57 മില്യൺ ആൾക്കാർ ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് ഭാഗമായിട്ട് ഏഷ്യ പസഫിക് മേഖലയിൽ മാത്രം എഫക്റ്റഡ് ആണ്. ഇപ്പോൾ 2021 USA $145 ബില്യൺ ലോസ് ആണ് ഉണ്ടായത്, 700 ലൈഫ്. ഇപ്പൊ USA പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ക്ലൈമറ്റ് ചേഞ്ചിന് അത് അഡ്വാൻസ്ഡ് ആണോ, വികസിതമാണോ അവികസിതമാണോ എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാലാവസ്ഥയ്ക്ക് നമ്മൾ വരച്ച ബൗണ്ടറികളൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. പാകിസ്ഥാനിലെ 35 മില്യൺ ആളുകളാണ്, 1500 പേരാണ് മരിച്ചത്. ഈ 1800 മുതൽ 2020 വരെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ വളരെ അധികം ഭീകരമായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ പല കണക്കുകളും കാണിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞാൻ എന്താണ് നമ്മൾ ഈ പറയുന്ന വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ചോദിക്കേണ്ടത്. എന്താണ് നമ്മുടെ വികസനം? ഇപ്പൊ ഈ പറയുന്ന വികസിത രാജ്യം എന്ന് പറയുന്ന ഇത് അവർ പറയുന്ന കണക്ക് GDP പെർ ക്യാപിറ്റയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം നമുക്ക് എത്ര പൈസയാണ്. പക്ഷേ ഈ GDPയുടെ ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകങ്ങളുടെയും കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലോകങ്ങളിൽ GDP പീക്ക് ചെയ്തത്, ഏറ്റവും കൂടുതൽ ഉണ്ടായത് അവിടെ യുദ്ധങ്ങൾ ഉണ്ടായ സമയമാണ്. കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ കുറെ സാധനം നശിപ്പിക്കപ്പെടും, വീണ്ടും കുറെ ഉണ്ടാക്കും, അപ്പൊ GDP കൂടും. നമ്മുടെ ഈ GDP പെർ ക്യാപിറ്റ കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വശത്ത് നമ്മുടെ ന്യൂമറേറ്റർ GDPയുടെ എമൗണ്ട് കൂടും, താഴെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള പെർ ക്യാപിറ്റയുടെ എണ്ണം കുറയുകയും ചെയ്യും. കാരണം ആളുകൾ കുറെ മരിക്കുമല്ലോ. അങ്ങനെയാണ്. അപ്പോൾ അമേരിക്കയും മറ്റും ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ GDP പെർ ക്യാപിറ്റ കൂട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. ഈ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളതിന് 2-3 പാരാമീറ്റേഴ്സ് ഞാൻ പറയാം. ഇപ്പൊ ഡെവലപ്പ് കൺട്രീസിന്റെ ഒരു ഗ്രാഫാണ് ഇടതുഭാഗത്ത് കാണുന്നത്. അപ്പൊ അതില് നീല നിറത്തിൽ കാണുന്നതൊക്കെ ഡെവലപ്പ് കൺട്രീസ് ആണ്. ഇപ്പോൾ നോർത്ത് അമേരിക്ക, പിന്നെ യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ, ഓസ്ട്രേലിയ, ബാക്കി മിക്കവാറും ഒക്കെ ഡെവലപ്പിംഗ് ആണ്. ആ മഞ്ഞ നിറത്തിൽ കാണുന്നതൊക്കെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ചുവപ്പ് നിറത്തിൽ കാണുന്നതൊക്കെ ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അതിൽ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയുടെ കൂട്ടത്തിലാണ്. ആഫ്രിക്കയിലെ കുറച്ച് ഭാഗങ്ങളാണ് ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ളത്. പക്ഷെ അതേസമയം നിങ്ങൾ വലതുഭാഗത്തെ ഗ്രാഫ് നോക്കുക, അതൊരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫാണ്. അപ്പോൾ ഡെവലപ്മെന്റ് പൈസയുടെ കണക്കിൽ പറയുന്നതാണ് ഇടതുപടുത്ത ഗ്രാഫ്. വലതുഭാഗത്തെ കണക്ക് എന്ന് പറയുന്നത് ശിശുമരണങ്ങളും വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും എല്ലാം കൂടി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പല പാരാമീറ്റേഴ്സും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉള്ള പച്ച കളറിൽ കാണുന്ന പല രാജ്യങ്ങളും ഇടതുഭാഗത്ത് ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് കൺട്രി അല്ല. അപ്പൊ നമ്മൾ വികസിത രാജ്യമാവുമ്പോൾ ആവണോ വേണ്ടോ എന്നുള്ളത്, നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്നതാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ IMFന്റെയോ മറ്റവരുടെയൊക്കെ കണക്ക് പ്രകാരമുള്ള പൈസയുടെ മാത്രം കണക്ക് വെച്ചിട്ടുള്ള ഒരു ഡെവലപ്പ് കൺട്രിയുടെ ലിസ്റ്റിലേക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇന്ത്യ ഒരു മീഡിയം SDI എന്ന് പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒരു മീഡിയം കൺട്രിയാണ്. നമ്മളെക്കാൾ ഹൈ ആണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റ് പല രാജ്യങ്ങളും. ഓസ്ട്രേലിയയും അല്ലെങ്കിൽ യൂറോപ്പിന്റെ വലിയൊരു ഭാഗവും നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുടെ കുറച്ച് ഭാഗമൊക്കെ ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ മുന്നോട്ട് നിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ അതേസമയം തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ച് പറയുമ്പോൾ പോലും നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അറിയാം, ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏകദേശം 0.7, ആ ഒരു വട്ടത്തിനകത്ത് ഇടതുഭാഗത്ത് നോക്കിയാൽ കാണാം. നമ്മളുടെ ലക്ഷ്യം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒരു 0.9ന്റെ മുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഇതിൽ 2 വരകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഇടതുഭാഗത്ത് നിന്ന് മുകളിലേക്ക് അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ ഭാഗത്തേക്ക് പോകുന്ന ഒരു സ്ലാൻഡിങ് ലൈൻ. നമ്മുടെ വികസനം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കലാണെങ്കിൽ
നമുക്ക് വലത്തോട്ട് കാനഡയുടെ അമേരിക്കയുടെ ഒക്കെ ഭാഗത്തേക്കുള്ള കുതിപ്പിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് നേരെ കുത്തനെ ആ പച്ച വര കാണുന്ന മെക്സിക്കോ ഒക്കെ നിൽക്കുന്ന ഭാഗത്ത് നേരെ മുകളിലേക്ക് പോകാം. ഇതിൽ ഏത് പാത്വേ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അങ്ങനെയാണല്ലോ, അമേരിക്ക ആണല്ലോ. ആ അമേരിക്കൻ പാത്വേ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ പെർ ക്യാപിറ്റ ഇപ്പോൾ ഉള്ള ഒരു 2000 യൂണിറ്റ് 2000 കിലോവാട്ട് അവറിന്ന് ഏകദേശം ഒരു 20,000 കിലോവാട്ട് അവറിലേക്ക് വർദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒരു പാരാമീറ്റർ മാത്രമാണ്, എനർജി എന്നുള്ള ഫാക്ടർ എടുത്താലും ഇതൊക്കെ മൊത്തത്തിൽ എടുത്താലും അങ്ങനെ തന്നെ വരും. നേരെ മറിച്ച് നമ്മൾ ആ ഒരു പച്ച ഗ്രാഫിന്റെ ലൈനിലാണ് നമ്മൾ ചൈനയൊക്കെ നിൽക്കുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മളെക്കാൾ 0.75 ഒക്കെ ഉണ്ട്, എന്നാൽ എനർജി കൺസംഷനും കുറവാണ്. അതിനേക്കാൾ മുകളിൽ മെക്സിക്കോ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ HDI 0.85 ഉണ്ട്, എനർജി കൺസംഷൻ കുറവാണ്. ഈ ഒരു പാത്ത് വേ ചൂസ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം മനുഷ്യന്റെ ഊർജ ആവശ്യങ്ങളാണ് ഇന്ന് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാൻ വരുന്നൊരു സ്ലൈഡിൽ ആ കണക്ക് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തൊരു വിദ്യാഭ്യാസമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത്? ഇപ്പോൾ അതിനൊരു എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു യുനെസ്കോന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്, ഇറ്റ് അലൗസ് എവറി ഹ്യൂമൻ ബീയിങ് ടു അക്വയർ ദ നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് നെസസറി ടു ഷേപ്പ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ഭാവി നിർമ്മിക്കുന്നതിലേക്കുള്ള ഒരു വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട പല പാരാമീറ്റേഴ്സും ഉണ്ട്. അത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസമാവാം, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചൂട് വരുന്നു, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്, അതൊരു ഡിസാസ്റ്റർ ആണെങ്കിൽ അതിന്റെ റിസ്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു വിദ്യാഭ്യാസം നമ്മൾ സ്കൂളിലൂടെ മാത്രമല്ല കൊടുക്കേണ്ടത്, അല്ലാത്ത രീതിയിലും കൊടുക്കണം. പിന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണെന്ന് പറയണം. പോവേർട്ടി റിഡക്ഷൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാവണം. നമ്മൾ എവിടെയെങ്കിലും കുട്ടികളെ ഏതെങ്കിലും സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്? അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസംഷൻ പാറ്റേൺസ്, നമ്മുടെ ഉപഭോഗ രീതികൾ എങ്ങനെ കുറയ്ക്കാം, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് നമുക്കൊരു എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇന്ന് നമ്മൾ പറയുന്ന ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെയും നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഭൂമിയിലെ നിലനിൽപ്പിനെ എത്തിച്ചിരിക്കുന്ന ഇതിന്റെ കാരണക്കാരൻ, ഹൂ ഇസ് റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. അവിടെ ഞാൻ ഇവാൻ ഇല്ലിസ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറുടെ സെലിബ്രേഷൻ ഓഫ് അവയർനെസ് എന്നുള്ള ഒരു പുസ്തകത്തിനുള്ള ചില വരികൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാം. അപ്പൊ അദ്ദേഹം ആ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: I and many others known and unknown to you call upon to celebrate our joint power to provide all human beings with food, clothing and shelter they need to delight in living. നമ്മളുടെ വിദ്യാഭ്യാസം നൽകേണ്ടത് നമ്മുടെ ജോയിന്റ് ആയിട്ടുള്ള പവർ, നമ്മൾ ഓരോ രാഷ്ട്രത്തിന്റെയും ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിന്റെ നിലനിൽപ്പിലല്ല, നമുക്ക് എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂമൻ ബീയിങ്സിന്, ഇന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണവും വസ്ത്രവും താമസവും പാർപ്പിടവും ഒക്കെ കൊടുക്കാനും അവർക്കൊരു ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാനും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. അതേപോലെ to discover together with us what we must do to use mankind's power to create the humanity, the dignity and the joyfulness of each one of us. നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അല്ല എൻ്റെ അതിർത്തിക്കപ്പുറത്തുള്ള അയൽ രാജ്യത്തുള്ള ആളെ കൊന്നിട്ടും എനിക്ക് വികസനം ഉണ്ടാക്കാം എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. അതേപോലെ ടു ബി റെസ്പോൺസിബിളി അവെയർ ഓഫ് യുവർ പേഴ്സണൽ എബിലിറ്റി ടു എക്സ്പ്രസ് യുവർ ട്രൂ ഫീലിംഗ്സ് ആൻഡ് ഗ്യാദർ us ടുഗദർ ഇൻ ദർ എക്സ്പ്രഷൻ. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഒരു പേഴ്സണൽ ഫീലിംഗ്സ് നിന്നുകൊണ്ട് നമ്മൾ ആളുകളെ കൂട്ടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവാഞ്ചലിസ്റ്റ് പറയണ്ടായി, വി ഹാവ് ഫെയിൽഡ് ടു ഡിസ്കവർ how the necessary changes in our ideals and our social structures can be made. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലെയും നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറുകളിലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് each one of us, therefore through our ineffectiveness and our lack of responsible awareness causes the suffering around the world. അപ്പൊ ആരാണ് ഉത്തരവാദി? Who is responsible? ഈച്ച് വൺ ഓഫ് us. നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിയാണ്. കാരണം നമ്മുടെ ഇൻഎഫക്റ്റീവ്നെസ് ആണ്, നമ്മുടെ സൈലൻസ് ആണ്, നമ്മുടെ ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുത്തിയതിലാണ്, നമ്മുടെ റെസ്പോൺസിബിൾ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിന് ചുറ്റും ഇത്രയധികം സഫറിങ് ഉണ്ടാവുന്നത്. അത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമായിട്ടല്ല, നമ്മുടെ തന്നെ ഉത്തരവാദിത്തമായിട്ട് കാണേണ്ടതുണ്ട്. അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ന് നമ്മൾ നേരിടുന്ന കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രധാന കാരണക്കാരനായ ഗ്ലോബൽ ഗ്രീൻ ഹൗസ് എമിഷൻസിന്റെ ഒരു കണക്ക് നോക്കിയാൽ
അതിൻ്റെ 73.2% നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ബിൽഡിങ്ങുകളാവാം, ട്രാൻസ്പോർട്ടേഷൻ ആവാം, ഇൻഡസ്ട്രിക്ക് വേണ്ടിയാവാം. പിന്നെ ഒരു 18% അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് ആണ്. അതായത് 73ഉം 18ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും 90%-ലധികം ഹരിതഗൃഹവാതകങ്ങൾ ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരനായ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടാക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ മാത്രമാണ്, വേറെ ആരുടെയല്ല. അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക, നമ്മുടെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കുക, നമ്മളുടെ കൂട്ടത്തിലുള്ളവർ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം ആസ് ടീച്ചേഴ്സ്, ആസ് എഡ്യൂക്കേറ്റേഴ്സ്, ആസ് സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ എന്നുള്ളത് നമുക്കുണ്ട് എന്നുള്ളതാണ്. അവിടെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ തുടങ്ങിയ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഡൗട്ടിങ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം എന്നാണല്ലോ. അപ്പോൾ നേരത്തെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയൊക്കെ പറഞ്ഞ കാലങ്ങളിൽ, ആദ്യകാലങ്ങളിലൊക്കെ പലർക്കും ഇതിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറുതെ പറയുന്നതാണോ, സത്യമാണോ അല്ലയോ, അല്ലെങ്കിൽ ഒരുപാട് കണക്കുകൾ പറയും, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും. അത് അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന കണക്കിൽ ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ ഒരു സ്വയം വിലയിരുത്തേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടല്ലോ. അത് ചെയ്തിട്ടാണോ ഞാൻ ഈ പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം. കാരണം ഈ ഡൗട്ടിങ് നമുക്ക് ഉണ്ടാവും. ഡി ഓംനിബസ് ഡ്യൂബിറ്റാൻഡം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള എവ്രിതിങ് മസ്റ്റ് ബി ഡൗട്ടഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് എല്ലാം വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ ഡൗട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതൊന്ന് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഇവാൻ ഇൽസിന്റെ പുസ്തകത്തിന് എറിക് ഫ്രോമിന്റെ ഒരു ഫോർവേഡ് ഉണ്ട്, വായിക്കേണ്ട ഒരു സാധനമാണിത്. ആ 2 പേജ് വളരെ ശക്തമായിട്ടുള്ള, അതിൽ അദ്ദേഹം ഈ ഡൗട്ടിങ്ങിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. To doubt in the sense does not imply a psychological state of inability to arrive at decisions or convictions, as in the case of obsessional doubt, but the readiness and capacity for critical questioning of all assumptions and institutions which have become idols under the name of common sense, logic, and what is supposed to be natural. നമ്മൾ IPCC അല്ല, ലോകത്തുള്ള ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലും എൻ്റെ ടീച്ചർ പറഞ്ഞാലും അച്ഛനും അമ്മയും പറഞ്ഞാലും ഒക്കെ അതിനെ ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനിങ്ങോടുകൂടി നമ്മുടെ എല്ലാ അസംഷൻസിനെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെറിയൊരു പഠനം നടത്തുകയുണ്ടായി. അതായത് ഈ കാണുന്ന ഗ്രാഫുകൾ IPCCയുടെ ഒരു ഗ്രാഫാണ്. റെപ്രസെൻറ്റേറ്റീവ് കാർബൺ പാത്വേ എന്നാണ് അതിന് പറയാം. അതായത് ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വികസനത്തിന്റെ വിവിധ പാതകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്ലോബൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതും അതേ സംബന്ധിച്ച് എത്രമാത്രം ടെമ്പറേച്ചർ മാറ്റം ഇവിടെ ഉണ്ടാവും എന്നുള്ളതിന്റെ വിവിധ തരത്തിലുള്ള പഠനം, വിവിധ കണ്ടീഷനിലുള്ള പഠനമാണ്. ഇതിലിപ്പോൾ ഈ ഒരു ചുമന്ന ഗ്രാഫ് നിങ്ങൾക്ക് കാണാം, റെഡ് ഗ്രാഫ്. അത് RCP 8.5 എന്ന് പറയുന്ന റെപ്രസെൻറ്റേറ്റീവ് കാർബൺ പാത്വേ 8.5 ആണ്. ഏകദേശം 2050 ആകുമ്പോഴേക്കും 5 ഡിഗ്രി സെന്റിഗ്രേഡോളം ശരാശരി താപനില കൂടും എന്നുള്ള ഒരു കണക്കാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ തന്നെ ജീവിച്ചു പോയാൽ കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മുടെ ഊർജ്ജോപഭോഗത്തിൽ മാറ്റാതെ വന്നാലുണ്ടാവുന്ന ഒരു സാധനമാണ് ഈ RCP 8.5. ഇതിൻ്റെ ഒരു താഴേക്ക് കുതിച്ചു വരുന്ന ഒരു നീല ഗ്രാഫ് ഉണ്ട്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് സെനേറിയോ. നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി, നമ്മുടെ ഉപഭോഗം കുറച്ചു, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മാറ്റി, പകരം റിന്യൂവബിൾ എനർജി കൊണ്ടുവന്നു, ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ 2050 ആകുമ്പോഴേക്കും ഒരു 2.5 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് നമ്മുടെ ആഗോളതാപനം കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം. അത് പ്രായോഗികം ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സ്വപ്നമാണ് ഈ കാണുന്ന നീല വര. ഈ ഗ്രാഫുകളുടെ എല്ലാ ഇടയിൽ ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു ചെറിയൊരു പഠനം നടത്തുകയുണ്ടായി. ഈ അവൈലബിൾ ഡാറ്റയൊക്കെ എൻ്റെ കൂടെയുള്ള ഡോക്ടർ CG മധുസൂദനൻ, അദ്ദേഹം ഈ കമ്പ്യൂട്ടർ മോഡലിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പുള്ളിയും കഴിഞ്ഞ 2021 ജനുവരി 8-ാം തീയതി ആക്ച്വൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ എത്രയാണ് എന്നുള്ളതിൻ്റെ വിവിധ മോഡലുകൾ, കമ്പ്യൂട്ടർ സിമുലേറ്റഡ് മോഡലുകൾ റൺ ചെയ്തിട്ട് നോക്കിയപ്പോൾ ആ കാണുന്നൊരു ചുമന്ന കുത്തുണ്ടല്ലോ വരയുടെ അവിടെയായിട്ട്, അതായത് ഏറ്റവും മോശമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള RCP 8.5-നേക്കാൾ മുകളിലാണ് ആക്ച്വൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് എന്ന് കണ്ടെത്താൻ പറ്റി. അപ്പൊ ഈ പറയുന്ന കണക്കുകൾ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള എക്സാജറേറ്റഡ് കണക്കുകളല്ല,
ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടമായ രീതിയിലാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാറുന്നത് എന്നുള്ളത് കണ്ടെത്തലിന്റെ ഒരു വിശ്വാസത്തിന്റെയും കൂടി പുറത്താണ് ഞാൻ ഈ പറയുന്നത്. ഈ പഠനം പൂർണ്ണമൊന്നുമല്ല, പക്ഷെ നമ്മൾ കണ്ടെത്തി ഒരു അന്വേഷണത്തിന്റെ ഒരു രീതി പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ടും എല്ലാം ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചുകൊണ്ടല്ല പറയുന്നതെന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ റാഡിക്കൽ ഡൗട്ടിങ് പ്രോസസ് കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ റോൾ ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് റാഡിക്കൽ ഡൗട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലിബറേഷൻ ഫ്രം idolatrous thinking, a widening of awareness, of imaginative, creative vision of our possibilities and options. നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസും ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ അലസമായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതിയിൽ നിന്ന് മാറിക്കൊണ്ട് കുറേയും കൂടി വലിയ സമഗ്രമായിട്ടുള്ള ഒരു അവയർനെസ്സിന്റെ പുറത്ത്, നമ്മൾ സങ്കുചിതമായിട്ടുള്ള ചില ചിന്തകളുടെ പുറത്തുള്ള വികസനങ്ങളൊക്കെ വിട്ടുകൊണ്ട് നമ്മൾ ഇതൊക്കെ വളരെ നന്നായി പോകുന്ന ഒരു അമൃതകാലത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള തെറ്റായ സങ്കല്പങ്ങളൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഒരു പുതിയ ലോകത്തേക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാവേണ്ടത് ദ ഓൺലി വേ ഫോർ എൻ അമൃത് കാൽ ആൻഡ് സബ്കാ വികാസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റാഡിക്കൽ ഡൗട്ടിങ് പ്രോസസ് നമ്മൾക്കിടയിലും നമ്മുടെ ചുറ്റുവട്ടത്തിലും നമ്മുടെ യൂത്തിന്റെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. സമയം 1 മണിക്കൂർ എടുത്തു. എന്തെങ്കിലും നമുക്ക് ചർച്ചകളുണ്ടെങ്കിൽ ചർച്ചകളിലേക്ക് പോകാം. താങ്ക് യു. താങ്ക് യു സർ. വളരെ മനോഹരമായിട്ടുള്ള, സത്യത്തിൽ സ്വല്പമെങ്കിലും ഹൃദയമുള്ളവർക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച്. സാർ പറഞ്ഞു കാർബൺ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവറോൺമെന്റ്, ലോ എനർജി കൺസംഷൻ ഉള്ള ചുറ്റുപാടുകൾ, അതുപോലെ റെസ്പോൺസിബിൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് കുതിക്കേണ്ട ഒരു കാലത്ത് ഏറ്റവും അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് കടന്നു പോകുന്ന ചില സൂചികകളാണ് സാർ കൃത്യമായിട്ട് പറഞ്ഞത്. വളരെ മനോഹരമായ പ്രസന്റേഷൻ. തീർച്ചയായിട്ടും സാർ അത് എത്തിക്കേണ്ടിടത്ത് തന്നെ എത്തിച്ചു എന്ന് വേണമെങ്കിൽ വിചാരിക്കും. കാരണം വളർന്നു വരുന്ന കുട്ടികൾ തന്നെയാണ് ഈ ലോകത്തെ നിർമ്മിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെ എന്ന് വേണം ചിന്തിക്കാൻ. ഒത്തിരി സയന്റിഫിക് ട്രൂത്തുകൾ അല്ലെങ്കിൽ ടേബിൾസും അറിവുകളും ഒക്കെ സാർ പ്രസന്റ് ചെയ്തു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും നല്ലൊരു ചർച്ച നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. എനിക്ക് ഒന്ന് റോയ്സ് സാർ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? റോയ്സ് സാർ. ജയരാം സാർ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാമാന്യമല്ലാത്ത ഒരറിവ് കിട്ടിയാൽ അത് ഷെയർ ചെയ്യുന്നതിനും അത് കേട്ട് കഴിഞ്ഞാൽ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നതിനും മനുഷ്യന് ഭയങ്കര താല്പര്യമുള്ള ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഈ ഇന്റർനെറ്റ് മീഡിയ. പക്ഷെ അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഭാഗം സാർ ഒരു നല്ല ഹിന്റാണ് തന്നിട്ടുള്ളത്. അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും എല്ലാം അത് കൊണ്ടുവരേണ്ടതാണ് എന്ന് പറയുന്നത് വളരെ ആവശ്യമായ ഒരു കാര്യം. കാരണം ആരോ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ പുസ്തക രൂപത്തിലാക്കി പിള്ളേർ കാണാതെ പഠിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊന്നും ചെയ്യുന്നില്ല. പണ്ട് പറയും, ഇത് എൻ്റെ തന്നെ ഒന്നും അഭിപ്രായമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭിപ്രായമാണ്. അതല്ലെങ്കിൽ ഇത് സാധാരണ പറയണമെന്നുമല്ല, കുറെ കാലങ്ങൾക്ക് മുമ്പ് പറയാറുണ്ട്, ഇത് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ബുക്കിലുള്ളതാണ്. എങ്ങനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അത് കേട്ട് എന്ന് പറയുകയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല ഈ മീഡിയ ആയാലും മാധ്യമങ്ങളായാലും എല്ലാം. പക്ഷെ അതിന് വിദ്യാർത്ഥികളിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടാക്കണം, ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കണമെന്ന് സാറ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷെ അതൊരു വെറും ഒരു വനരോധനമായി പോവുകയുള്ളൂ ഈ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് എന്തുമാത്രം ആര് അതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? സാറ് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ. ഇപ്പൊ ഉദാഹരണം എന്തിനാ വെറുതെ പറയണത്? വീഡിയോ വാട്സപ്പിലൂടെയൊക്കെ ചില ഇലകൾ കഴിച്ചാൽ മറ്റതുപോലെ വരും, മറുത്തത് എഴുതുന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്നും നോക്കാതെ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു വാസന ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിനും
വിദ്യാർത്ഥി സമൂഹത്തിനുണ്ടായാലേ മനുഷ്യനിലേക്ക് വരികയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ടതും വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് സാർ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഒക്കെ. അത് വളരെ അതുകൊണ്ട് ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡികളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്നാ സ്റ്റഡി എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഒക്കെ കാണുന്നത്. പിന്നെ കുറെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും, അത് ശരി മറ്റേന്നൊക്കെ പറയും, അത് വേറെ കേസ്. പക്ഷെ ഈ അടുത്ത കാലത്ത് കുറെയൊക്കെ ഇതിൽ വന്നേക്കുന്ന ഒരു കാര്യമാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യം. അത് ഇപ്പോൾ ആൾക്കാർ കുറെയൊക്കെ ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതും അവനവന്റെ കോമ്പൗണ്ടിലും മറ്റിടത്തും അല്ല, ബാക്കിയുള്ളിടത്തേക്കായ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സങ്കുചിതമായ ചിന്താഗതി ഉണ്ട്. എന്നിരുന്നാലും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു ഭാഗമാണ്. ഏതായാലും സാറിന്റെ ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം ചിന്തിക്കേണ്ടതും ചിന്തിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ജയരാം സാറിന്റെ ഈ പ്രസന്റേഷൻ വളരെയധികം റോയ് സാറിനെ പോലുള്ള ഒരു അധ്യാപകരിൽ നിന്ന് ഇങ്ങനെ ഒരു കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും സാറിന്റെ വിഷയം ഫിസിക്സും കൂടിയാണല്ലോ. ഷാജി മാത്യു സാർ. ജയറാം സാറിന്റെ ക്ലാസ് സൂപ്പറായിരുന്നു. തീർച്ചയായിട്ടും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. നമ്മുടെ കാർബൺ ഡയോക്സൈഡിന്റെ എക്സസ് വരുന്നത് കൊണ്ടുള്ള പ്രകൃതിക്കുണ്ടാകുന്ന ദോഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രവർത്തനങ്ങൾ കുറവാണ്. ഇന്നിപ്പം ഞാൻ സ്കൂളിൽ പോയി കുട്ടികളെ, എൻ്റെ സ്കൂളിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഞാൻ ലീവിലാണ്, കുറച്ച് ദിവസത്തേക്ക് അടുത്ത ആഴ്ച ജോയിൻ ചെയ്യും. ഇപ്പം സാറിന്റെ ക്ലാസ് കേട്ടേച്ച് പോയെങ്കിൽ കുറിച്ച് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഞാൻ ഒരു 5 മിനിറ്റെങ്കിലും പറഞ്ഞേനെ. അപ്പം വേറെ രീതിക്ക് ഇന്ന് ഞാൻ പറഞ്ഞു. അപ്പം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ നല്ലപോലെ ചിന്തിക്കുന്ന വ്യക്തികളൊക്കെ ഇന്ന് കുറവാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ഗ്ലോബൽ വാർമിങ്, അതുപോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പൊ നല്ലപോലെ ചിന്തിച്ച്, സാറിനെ പോലെ ചിന്തിച്ച് സയന്റിഫിക് ആയിട്ട് പഠിച്ച് എത്തേണ്ടടുത്ത് എത്തിക്കുന്ന ശ്രമങ്ങളൊക്കെ കുറേയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ NSS പോലെയുള്ള നാഷണൽ സർവീസ് സ്കീം ഒക്കെ കുറെ പ്രവർത്തനങ്ങളൊക്കെ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പുഷ്ടിപ്പെടുത്താൻ, മെച്ചപ്പെടുത്താനൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹയർ സെക്കൻഡറി NSS എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയോ അധികം കേരളത്തിലെ പ്രത്യേകിച്ച് ഇത്രയധികം സ്കൂളിൽ അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പ്രവർത്തനങ്ങൾ അത്ര ഇല്ല. അപ്പം അതിന് കൂടുതൽ മാർക്കുണ്ട്. വേറെ രീതിക്ക് എൻ്റെ പഠനം പോകുന്നത്. അപ്പൊ എന്തായാലും സാറിന്റെ ഇന്നത്തെ പ്രസന്റേഷൻ വളരെ സൂപ്പറായിരുന്നു. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. ഈ സാബു സാറിന്റെ ഈ പ്ലാറ്റ്ഫോം വഴിയായിട്ട് സാറിന് എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സർ. താങ്ക് യു സാർ. ശുദ്ധോധൻ സാർ കേൾക്കുന്നോ ഡോക്ടർ? സാറേ, ഞാൻ അതിന്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ ബാംഗ്ലൂരിലാണ് കുറെ നാളുകളായിട്ട്. അപ്പൊ ഞാൻ 7 മണിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ആണ് അധികം കയറായിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് വളരെ വലിയ ചിന്തകൾ പകരുന്ന ഒരു ക്ലാസ്സാണ് ജയറാം സാറിന്റെ പ്രസന്റേഷൻ കേൾക്കാൻ കഴിഞ്ഞത്. കാരണം ഇത് ബധിരകരണങ്ങളിലാണോ എവിടെയാണ് കേൾക്കുന്നതെന്നൊന്നും നമ്മൾ ഇതിനെപ്പറ്റി വറീഡാവണ്ട. പക്ഷെ ഇതേപോലെ ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ സമൂഹത്തില് ചെറിയ മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലൊക്കെ. കാരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഈ ഗ്രീൻ ക്ലബ്ബ്, അതേപോലെ തന്നെ ഗോ ഗ്രീൻ, അതേപോലെ തന്നെ ഈ ഓയിസ്ക ഇന്റർനാഷണലിന്റെ ഒക്കെ CFT ചിൽഡ്രൻ ഫോറസ്റ്റ് പ്രോഗ്രാം, പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷൻ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ പാലക്കാട്ടെയൊക്കെ ഈ പുഴകള് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തും ഒക്കെ കൂടെ ചേർന്നിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ ഭൂമി കുറെ കൂടെ ജീവിക്കാൻ അനുയോജ്യമായ വിധത്തിൽ, മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായ വിധത്തിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ ഗതികേട് കൊണ്ട് ഇറങ്ങി വരികയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, ചൂട് താങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. വനങ്ങളിൽ മുഴുവൻ ഈ നമ്മുടെ നാട്ടിലില്ലാത്ത വൃത്തികെട്ട ചെടികളും മൃഗങ്ങൾക്കും ആർക്കും പ്രയോജനപ്പെടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ പാവങ്ങളൊക്കെ വെള്ളം കുടിക്കാനും ഭക്ഷണം തേടിയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. നാട്ടിലിറങ്ങി വരുന്ന ആനയ്ക്കറിയില്ല ലോൺ എടുത്തിട്ട് കൃഷി ചെയ്ത വാഴയാണെന്ന് അറിയുന്നില്ല. അത് പച്ചപ്പുള്ളത് കഴിക്കുന്നു എന്നുള്ളതുണ്ട്. പിന്നെ ഇപ്പോ ആഗോളതലത്തിൽ തന്നെ പ്രകൃതി സംരക്ഷണത്തെ പറ്റിയിട്ടൊക്കെ വലിയ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോളട്ടെ. ഈ ജപ്പാനിലൊക്കെ സ്കൂളില്
അവിടെ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ രാവിലത്തെ 1 മണിക്കൂർ അവര് ഈ കൃഷിയും മറ്റു കാര്യങ്ങളുമാണ്. കുട്ടികൾ എത്തിയാൽ ഉടൻ തന്നെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് അവര് ഈ കൃഷി പഠിപ്പിക്കല് ആണ് അവിടെ പ്രധാനം. ഈ LKG കുട്ടികളെ അവിടെ ഈ ഡമ്മി പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുള്ള പ്ലാസ്റ്റിക് അല്ല, ഈ കോട്ടൺ പോലെയുള്ള ഇതുകൊണ്ടുണ്ടാക്കിയ ക്യാരറ്റുകളും ഒക്കെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് LKG കുട്ടികളെ കൊണ്ട് അതിങ്ങനെ കൾട്ടിവേഷന്റെ പാഠങ്ങൾ, മണ്ണിൽ ചവിട്ടുക, കൃഷി ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ. അതുപോലെ ഈ ഡർട്ട് വൃത്തികേടുകൾ എവിടെയും ഇല്ലാത്ത രീതിയിൽ അവര് സ്കൂളുകളിലാണ് അത് പഠിപ്പിക്കുന്നത്. ഞാൻ കണ്ട വലിയൊരു അത്ഭുതകരമായ കാര്യം അവിടെ ഈ ക്ലാസ് റൂം വൃത്തിയാക്കുന്ന കുട്ടികളാണ്. അതേപോലെ ടോയ്ലറ്റ് കഴുകുന്നതൊക്കെ അത് ഉപയോഗിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ സ്കൂളിലൊക്കെ ആരെങ്കിലും കുട്ടിയെ കൊണ്ട് ചപ്പ് പെറുക്കിച്ചാൽ ഉടൻ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇടപെടും. അത് പിന്നെ അതേപോലെ പിള്ളേരെ കൊണ്ട് വല്ല അവര് മൂത്രം ഒഴിക്കുന്നിടത്ത് വെള്ളം ഒഴിപ്പിച്ചാൽ പിന്നെ പറയണ്ട, HM പിന്നെ ജയിലിൽ അഴിയെണ്ണി പോകേണ്ടി വരുന്ന രീതിയിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ്. അതിമനോഹരമായൊരു ഭൂമി നമുക്ക് സൃഷ്ടിച്ച് തന്നിട്ടുണ്ട് പ്രകൃതി. പക്ഷെ അതിനെ നശിപ്പിക്കുന്നതിന്റെ ഇടയിൽ സാറിനെ പോലെയുള്ള പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തവര് നൽകുന്ന പാഠങ്ങളൊക്കെ അത് നമ്മൾക്ക് പകർന്നു കൊടുക്കും. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളിലായാലും സ്കൂളുകളിലായാലും നമ്മൾ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു സയന്റിഫിക് ബാക്കിങ്ങോടുകൂടി ഇപ്പൊ മരം വെക്കുന്നവരെയൊക്കെ പരിഹസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സൗദകുമാരിയൊക്കെ ഒരുപാട് പരിഹസിക്കപ്പെട്ടവരാണ്. അപ്പോ വലിയ വലിയ ആളുകൾ, ഈ കവികളും കലാകാരന്മാരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേരളത്തില് പല പ്രകൃതി നാശങ്ങളെയും നമുക്ക് തടയാൻ കഴിഞ്ഞത്. അപ്പൊ ഇപ്പോ ഉള്ളവരെല്ലാം ഈ എന്താ പറയുക, അങ്ങനെ അധര വ്യായാമം നടത്തുന്നവരാണ്. അപ്പൊ പ്രവർത്തിക്കുന്ന കുറെ പേരൊക്കെ ആവശ്യം. ഞാനിപ്പോ ഈ ബാംഗ്ലൂർ നഗരത്തിൽ കാണുന്ന വലിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവര് പരമാവധി അവര് ഗ്രീൻ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് കർശനമായിട്ട്. ഞാൻ ഇപ്പൊ എന്റെ മകളുടെ ഫ്ലാറ്റിന്റെ മുകളിൽ 10ാം നിലയിൽ ആണ് ഇരിക്കുന്നത്. ഇതിന് ചുറ്റുമുള്ള എല്ലാ സ്പേസിലും വളരെ കൃത്യമായിട്ട് അവര് മരങ്ങളും അതും ഒക്കെ വെച്ചിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഈ മരം വെട്ടിക്കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവർ ഈ ഉള്ള നഗരം ഈ കോൺക്രീറ്റ് കാടുകളാണ് ഇവിടെ, പക്ഷെ അതിന്റെ ഇടയിൽ വൃക്ഷങ്ങളും അതേപോലെ തന്നെ ടെറസുകൾ മുഴുവൻ, ബാൽക്കണികൾ മുഴുവൻ ചെടികൾ വെച്ചും ഒക്കെ അവരത് ഭംഗിയാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് സാറിന്റെ ഈ ക്ലാസ് ഞാനിങ്ങനെ വളരെ കൗതുകത്തോടെ കേൾക്കുകയും ചുറ്റും നോക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും അനുകരിക്കുന്നവരാണ്. എവിടെങ്കിലും നേരത്തെ റോയ് സാർ പറഞ്ഞ പോലെ അച്ചടിച്ചു വെച്ചാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. പക്ഷെ അച്ചടിച്ചു വെക്കുന്ന കാര്യങ്ങള് പോലെ ഇതേപോലെ പ്രകൃതി സംരക്ഷണത്തിന്റെയൊക്കെ ലേഖനങ്ങളും എൻവയോൺമെന്റ് ഡേയിലേക്കൊക്കെ ജൂൺ 5-നൊക്കെ നമ്മൾ പിള്ളേരെ കൊണ്ട് ചെടി ഉഴുത്തി വെക്കെങ്കിലും ഈ ക്ലാസ് അവർക്ക് കൊടുക്കുന്നില്ല. അങ്ങനത്തെ പോരായ്മയുണ്ട്. എന്തായാലും ഇത് വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറേ പാഠങ്ങൾ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഈ സന്ധ്യക്ക് കേൾക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ സാറ് തന്ന പോയിന്റുകളൊക്കെ ഞാൻ പങ്കെടുക്കുന്ന പൊതുവേദികളിലൊക്കെ അത് പകർന്നു നൽകാൻ പരമാവധി ശ്രമിക്കാം. അതേപോലെ തന്നെ വീട്ടിലൊക്കെ ധാരാളം കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അപ്പോഴൊക്കെ ഈ ലാഭം നഷ്ടം എന്നല്ലാതെ പ്രകൃതിക്കും പരിസ്ഥിതിക്കും എന്ത് നൽകുന്നു എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതുപോലെ ഒരു ബ്രെയിൻ സ്റ്റോമിങ്, ഇന്റലക്ച്വൽ എന്താ പറയുക, ആ ഒരു ലെവിറ്റേഷൻ നമുക്ക് തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ വളരെ നല്ലതാണ്. എനിവേ, ജയറാം സാറിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. സാറ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, മൃഗങ്ങൾ ഇറങ്ങി വരുന്ന അവർക്ക് നിവൃത്തിയില്ലായിട്ടുണ്ടാ, അല്ലാണ്ട് അതുപോലും മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. അവരെ കൊല്ലൂ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് അവിടെ ജീവിക്കാൻ പറ്റുക എന്ന് ആലോചിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. വളരെ വിഷമം പിടിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. മനുഷ്യനേക്കാൾ അധികം അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ. അതവര് അതെ അറിയിക്കാൻ പറ്റത്തില്ലല്ലോ, അത് പ്രകടിപ്പിക്കാനും. കാരണം ബേസിക് നെസസിറ്റിക്ക് വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. പക്ഷെ അതിനെ അഡ്രസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, ജോർജ് സാർ, തോമസ് സാർ, ഓമന മാം, നാഷ്, ജോർജ് സാർ പറയും. ഹായ്, താങ്ക് യു സാബു സാർ, വളരെ സന്തോഷം. ജയറാം സാർ, കൺഗ്രാജുലേഷൻ സാർ, പറയാതെ വയ്യ സാറേ. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത വിപത്തില് ആണ് എന്നുള്ളത് ഈ സമൂഹം അറിയുന്നില്ല, ഇന്നത്തെ തലമുറ മനസ്സിലാക്കുന്നില്ല. കാരണം ശാസ്ത്രീയത ആണ് എന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം അശാസ്ത്രീയമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചില ചൂണ്ടുപലകകളുമായി ചില വഴിവെക്കിൽ വെക്കുന്ന സൂചന ബോർഡ് അല്ലെങ്കിൽ ഒരു വഴിവിളക്ക് പോലെ
ഇതുപോലെ സാറ് പറയും പോലെയുള്ള ക്ലാസ്സുകൾ നടത്തുമ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഈ നേതാക്കന്മാർ, നമ്മുടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥ മേധാവികളും ഒക്കെ ഈ വികസിത നാടുകളൊക്കെ ഇപ്പൊ തൊട്ട് മുമ്പ് സാറ് പറഞ്ഞ പോലെ ജപ്പാനിലെ ഈ വികസനങ്ങളൊക്കെ കാണാനും പഠിക്കാനും ഇവർ എത്രയോ പേര് പോയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഇവിടെ വന്നിട്ട് അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ലാതെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കരുതലോടുകൂടിയുള്ള ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. മാത്രമല്ല, ഞാൻ എന്ത് കരുതണം? എൻ്റെ സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് എൻ്റെ പറമ്പില് ഞാൻ കീടനാശിനി രാസവളം ഉപയോഗിച്ചിട്ടില്ല. അതിന് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി. ഞാൻ എന്ത് കൃഷി ചെയ്താലും കുറച്ച് ഇല കാണാമെന്നല്ലാതെ ലാഭമില്ല. എനിക്ക് അതിനാ വിഷമമില്ല. ഞാൻ എൻ്റെ വിനോദവും എൻ്റെ സമയം നേരം പോക്കും എല്ലാം കൂടെ കൂടിയാണ് അത് ചെയ്യുന്നത്. അതിനെ മാത്രം ആശ്രയിച്ച് കഴിയുകയാണെങ്കിൽ അത് ശരിയാ, കഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഞാൻ കിടന്നു പോകാവുന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു വന്നത്, വീടിന്റെ മുറ്റത്ത് കിണറിന്റെ അരികത്ത് വരെ കീടനാശിനി പ്രയോഗിച്ച് പുല്ല് കരിച്ച് കളയുന്ന സാമൂഹ്യ പ്രവർത്തകര്, നേതാക്കന്മാരും ഉദ്യോഗസ്ഥ മേധാവികളൊക്കെ ചുറ്റുവട്ടത്ത് ഞാൻ കാണാറുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്ത് മാതൃകയാ കാണിക്കുക? അപ്പൊ ഒറ്റയ്ക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇത് തന്നെ ഇതുപോലുള്ള വഴിവിളക്കുകളെ ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിച്ച് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. വാസ്തവത്തിൽ തിരിച്ചറിയാതെ പോകുന്നു ഇന്നത്തെ തലമുറ എന്നുള്ളത് തന്നെയാണ് കാര്യം. ഈ പ്രചരണങ്ങൾ കേൾക്കാൻ ഒരുപക്ഷെ ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. അതൊരു വലിയ സൂചനയാണ്. പക്ഷേ അതിന് പരസ്യ പ്രചരണത്തിന് വേണ്ടിയിട്ട് വേണ്ട സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണാധികാരികളിൽ നിന്നും. അവർക്ക് വേണ്ടത് മറ്റു പലതുമാണ്. അതിലെ കുന്നുകളൊന്നും ഇല്ലല്ലോ നാട്ടില്. ഈ കുന്നുകൾ ഇടിച്ചുകൊണ്ട് പോകുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരറിയാതെയാണ്. ഇവിടുത്തെ മരം വെട്ടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരറിയാതെയാണ്. ഇന്ന് തന്നെ കോടതി ഇടപെട്ട് വനം വകുപ്പ് വനവൽക്കരണത്തിന് അവിടുത്തെ പ്രധാന മരങ്ങൾ വെട്ടാൻ വേണ്ടിയിട്ട് നീങ്ങുന്നു. കോടതി ഇടപെട്ടിട്ട് ഫയലൊക്കെ വിളിച്ചു വരുത്തുന്നു. അത് കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ളവരൊക്കെയാണ് കൂടി തീരുമാനിച്ചാൽ വെട്ടിക്കളയാമെന്ന്. വേറെ പകരം സംവിധാനം ഒന്നും ഇല്ല പോലും. എന്തായാലും ആയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് അർത്ഥമൊന്നുമില്ലല്ലോ. പക്ഷേ എന്തായാലും ഇതൊക്കെ വലിയ പ്രതീക്ഷകളാണ്. നാടിന്റെ ഭാവിയെക്കുറിച്ച് കരുതലുള്ള ഒറ്റയാന്മാർ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. വരും തലമുറ വളരെ കടപ്പാടുകളോടുകൂടി സ്മരിക്കപ്പെടുന്ന വ്യക്തികളുടെ കൂട്ടത്തിലേക്ക് സാറും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ കേട്ട എല്ലാവരും ഇതെവിടെയെങ്കിലുമൊക്കെ പറയാനോ അല്ലെങ്കിൽ അതിൻ്റെതായ നേരിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനോ ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്നത്തെ ദിവസം അത്താഴത്തോടൊപ്പം ഇത് കഴിക്കാൻ പറ്റിയത് വലിയൊരു നേട്ടമായി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ നന്ദി സർ. ഞാൻ അതാണ് പറഞ്ഞത്, ഇതൊരു വളരെ വലിയ അധ്യാപകരുടെ ഒരു ചെറിയ എണ്ണം കുറവാണെങ്കിലും ഒരുപാട് ആളുകളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വലിയ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷമുള്ളത്. ഇതിൽ എണ്ണത്തിലല്ല കാര്യം. താങ്ക് യു സർ. ഓക്കെ, വേറെ ആരാ പറയുന്നത്? നാഷ് പറയുന്നോ? രമാവതി മാം പറയൂ. സാറേ, സാബു സാർ, ജയറാം സാർ, നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഇതിപ്പം കാലാവസ്ഥാ വ്യതിയാനം വരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കാരണക്കാരും മനുഷ്യരാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. പണ്ടുള്ള നിന്നും വ്യത്യാസമായിട്ട് ഇപ്പം കാലാവസ്ഥയിൽ നല്ല വ്യത്യാസം വരുന്നതുകൊണ്ട് കൃഷി നശിക്കുന്നത് എല്ലാവരും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. മുമ്പ് നമ്മൾ മണ്ണ് കിളക്കുമ്പോൾ മണ്ണിര ഉണ്ടായിരുന്നു. ഇപ്പൊ മണ്ണിര കാണാനില്ല. കർഷകന്റെ ബന്ധു എന്നുള്ള ആ സംഭവം ഇപ്പൊ അങ്ങനെ കാണാറില്ല. ഇപ്പൊ കുട്ടികളോട് മണ്ണിരനെ കുറിച്ച് പറഞ്ഞാൽ പറ്റില്ല. ഏതെങ്കിലും ഒരു മണ്ണിരരെ കണ്ട പാമ്പ് എന്ന് പറഞ്ഞാൽ പേടിച്ചോടും കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളാണ്. അതുപോലെ നമ്മുടെ പുഴകളുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ പണ്ട് പുഴകളിൽ മാലിന്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുഴകളിലൊന്ന് ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല. പണ്ട് പുഴകളിൽ കുളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള വേസ്റ്റ് മുഴുവൻ തട്ടുന്നത് പുഴകളിലാണ്. അതിപ്പോ ഫോട്ടോ എടുത്തിട്ട് കാണിക്കണം എന്ന് പറഞ്ഞാലും അതിപ്പം ചിലവര് സ്കൂട്ടറിലൊക്കെ കൊണ്ടുവന്നിട്ട് തള്ളിയാൽ ആരും കാണാനൊന്നും പോകുന്നില്ല. അതുപോലെ കണ്ടൽ ചെടികൾ, എൻ്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ട് ഇവിടുത്തെ ശാസ്ത്രജ്ഞൻ, ഇവിടെ നമ്മളെ പ്രദേശത്തുള്ള
ദിവാകരൻ എന്നും പറഞ്ഞിട്ട്. ഇപ്പം ദിവാകരന് ഒരുപാട് കണ്ടൽ ചെടികളില് തിരുവനന്തപുരം മുതല് ഇവിടെ വരെ എല്ലാ സ്ഥലത്തും പോയിട്ട് കണ്ടൽ ചെടികൾ നട്ടുകൊടുക്കുകയാണ്. നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പം അടുത്ത് കഴിഞ്ഞ 14-ാം തീയതി ബാരാമതി പോയിരുന്നു മോന്റെ അടുത്ത്. അപ്പം അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് അത് പിന്നെ പൂന ജില്ലയിലാണ്, മഹാരാഷ്ട്ര. അപ്പൊ ആ പോകുന്ന വഴിയില് നമ്മള് വാഹനത്തിലെ പോയി, ജീപ്പിലെ പോയി. ഫുള്ള് എന്താ പറയണ്ട, എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. ഫുള്ള് കൃഷിയാണ്. അതായത് കരിമ്പാണെങ്കിലും മില്ലറ്റ്സ് ആണെങ്കിലും ഒരു സൂചി കുത്തുന്ന സ്ഥലം വരെ അവർ ബാക്കി വെക്കുന്നില്ല, കൃഷി ചെയ്യാണ്. അതുപോലെ തന്നെ മുട്ടൻ കുന്നും മലയും പുഴയും അരുവികളും ഒക്കെ കാണാം അവിടെ. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും. പക്ഷെ ഇവിടെയാണോ, ഇവിടെ ചെറിയ രീതിയിൽ അതിന്റെ സായ വാഗനെ ചെത്തി കളഞ്ഞു, പിന്നെ അത് വീണു, ആർക്കും ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് സാറേ. താങ്ക് യു സാറേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു മാം. ഓമന മാം, വേറെ ആരെങ്കിലും? നാഷ്, തോമസ് സാർ. ഓക്കെ, സോ ജയരാമൻ സാർ, വൺസ് അഗൈൻ താങ്ക് യു. വളരെ വലിയൊരു സന്ദേശം കൃത്യമായി എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ഇതിനെ എല്ലായിടത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കും. തുടർന്നും ഇതുപോലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഊർജ്ജ സംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ലൈമറ്റിന്റെ ഈ ശക്തമായ അസഹനീയതയിലൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെയധികം ഗുണകരമാണ്. താങ്ക് യു സാർ, വൺസ് അഗൈൻ. താങ്ക് യു സാർ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഇവിടെ നിന്ന് എല്ലാ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാർക്കും. നമുക്ക് നേരത്തെ ഇവാനി വിളിച്ച് പറഞ്ഞ പോലെ വി ഷെയർ എ കോമൺ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ ഇൻഎഫക്റ്റീവ്നെസ് ആണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കൂടിയാണ്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് മുന്നോട്ട് പോകും. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ, ഗുഡ് നൈറ്റ്. താങ്ക് യു.